എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒറ്റ കാര്യം ചെയ്താൽ മതി. ഒറ്റ കാര്യം ചെയ്താ മരിക്കണ കാലം വരെ നിന്റെ വീടിന്റെ അകത്ത് കഴിക്കാൻ ഭക്ഷണമില്ലാത്ത ദിവസം ഉണ്ടാകില്ല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ചെയ്യാൻ മനസ്സുള്ളവരൊക്കെ കൈവക്കിക്കേ, ഇല്ലെങ്കിൽ നീട്ടേണ്ടി വരും. പൊക്കുന്നെങ്കിൽ നല്ലതുപോലെ പൊക്കിക്കോ. ഇങ്ങനെ പൊക്കിയ ഇങ്ങനെ നീട്ടേണ്ടി വരില്ല. പള്ളിയുടെ മുന്നിൽ പോയിട്ട് പിരിവ്, വീടുകൾ കയറി ഇറങ്ങിയിട്ട് മക്കളെ കെട്ടിക്കണം, ചോറില്ല, പിരിവ് വേണ്ട. മരിക്കുന്ന കാലം വരെ ഇന്ത്യ ആര് ഭരിച്ചാലും, കേരള ആര് ഭരിച്ചാലും, ലോകം ആര് ഭരിച്ചാലും നിന്റെ വീട്ടിൽ 5-3 നേരം തിന്നാൻ ഭക്ഷണം ഉണ്ടാകും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഒരു കാര്യം പറഞ്ഞുതരാൻ, ചെയ്യോ? പറ, ചെയ്യുവോ? എല്ലാരും പേടി. പിരിവ് തുടങ്ങാൻ സമയമായടാ, അതിനുള്ള വഴിയ. ഞാനിത് പറയുമ്പോ തന്നെ ചിന്തിക്കുന്നത്, തുടങ്ങി പിരിവ് തുടങ്ങാൻ. പെണ്ണമ്പല പിള്ളേർ എഴുന്നേറ്റ് മക്കളെ പിരിവിന്റെ സമയം എന്നല്ലേ ഇരുന്നോ? എല്ലാരും വിചാരിക്കും പിരിവ് തുടങ്ങാൻ പോയെന്ന്. നിന്റെ ഒന്നും 5 നയാ പൈസ എനിക്ക് വേണ്ട, ആരുടെയും 5 നയാ പൈസ അള്ളാഹിക്കും വേണ്ട. മരിക്കുന്ന കാലം വരെ നിന്റെ വീടിന്റെ അകത്ത് നിനക്കും പെണ്ണും പിള്ളയ്ക്കും മക്കൾക്കും തിന്നാനുള്ളത് വേണോ? ഒറ്റ കാര്യം ചെയ്യാതെ മതി. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ചെയ്യുവോ? ഉറക്കെ പറ, ചെയ്യും ഇൻഷാ അല്ലാഹ്. എല്ലാരും പോക്കറ്റിൽ കൈയിട്ടെ. ആദ്യം ഇത് ചെയ്യുവോ നോക്കാം, പിന്നെ ബാക്കി. എല്ലാവരും പോക്കറ്റിൽ കൈയിട്. സംഘാടകർ ബക്കറ്റുമായിട്ട് മുന്നിലേക്ക് കടന്നു വരുന്നു. എന്തിന്? എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ഇൽമു പഠിപ്പിക്കുന്ന ഒരു മദ്രസ. ഞാൻ അവിടെ ചെന്ന് സുബ്ഹാനല്ലാഹ് 10ാം ക്ലാസ് വരെ പഠിക്കുന്ന മക്കൾ അതിനകത്തുണ്ട്. ഒരാള് പറഞ്ഞാല് ഒരു ക്ലാസിന്റെ അകത്ത് ഉസ്താദ് പഠിപ്പിക്കുമ്പോ അടുത്ത ക്ലാസ്സിലെ ഉസ്താദ് പറയുന്നത് കേൾക്കാൻ കഴിയുന്നില്ല. ആ ഒരു ചെറിയ ഒരു റൂമിന്റെ അകത്ത് സുബ്ഹാനല്ലാഹ് ആ മക്കള് വല്ലാത്ത പ്രയാസത്തിലാ. ആകെ ആ മക്കൾക്ക് ഒരു ക്ലാസ് റൂം പണിത് കൊടുക്കുന്നതിന് വേണ്ടിയാണ് സംഘാടകർ ബക്കറ്റുമായിട്ട് മുന്നിലേക്ക് കടന്നു വരുമ്പോ, മടി കാണിക്കല്ലേ ചെറുപ്പക്കാരാ, കൈകെട്ടിയിരിക്കല്ലേ ചെറുപ്പക്കാരാ, ഉറക്കം നടിക്കല്ലേ ചെറുപ്പക്കാരാ, ഉള്ളതില് പങ്കു കൊടുക്കുവാപ്പാ. നേട്ടം നിനക്കാ, ലാഭം നിനക്കാ. അസ്സദഖത്തു റദ്ദുൽ ബലാ, അസ്സദഖത്തു റദ്ദുൽ ബലാ. സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെറുതെ പറഞ്ഞതല്ല. എന്റെ പ്രിയമുള്ളവരെ, ക്യാൻസർ എന്ന് പറയുന്ന രോഗമുണ്ടല്ലോ, അത് വന്നു കഴിഞ്ഞാ വീടും പറമ്പും സ്വർണവും എല്ലാം വിറ്റ് ചികിത്സിച്ചാലും മാറണമെന്നില്ലല്ലോ. അത് വല്ലാത്ത ഒരു രോഗമാണല്ലോ. ഇന്ന് ഞാൻ വഅദിന് വരുമ്പോ ഒരു പ്രിയപ്പെട്ട സഹോദരി, പടച്ചവനെ 28 വയസ്സ് കഴിഞ്ഞ ചെറുപ്പക്കാര്, എന്റെ പ്രിയപ്പെട്ട ഭാര്യ പ്രസവിച്ചിട്ട് 70 ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അല്ലാഹുവേ പടച്ചവനെ, കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ക്യാൻസർ വാർഡില് ആ ചെറുപ്പക്കാരനല്ല ഒരൽപ്പം വെള്ളം തൊണ്ടയ്ക്ക് താഴെ ഇറക്കാൻ കഴിയാതെ പടച്ചവനെ 3-4 ദിവസമായി കിടക്കുകയായിരുന്നു. അവന്റെ പ്രിയപ്പെട്ട കുടുംബക്കാര് വല്ലാത്ത തേങ്ങലിലാ, വല്ലാത്ത കരച്ചലിലാ. ഉസ്താദേ, ദുആ ചെയ്യണേ. എന്റെ കൂടപ്പറപ്പിന് ഇത്തിരി സംസം വെള്ളം കുടിപ്പിക്കണം ഉസ്താദ്. അവന്റെ പെങ്ങള് പൊട്ടിക്കരന്നുകൊണ്ട് വിളിച്ചു പറയുമ്പോ, അല്ലാഹുവേ കഴിഞ്ഞടാ ചെറുപ്പക്കാരാ, അതാ പ്രസവിച്ച് 70 ദിവസം മാത്രമേ പ്രായമായിട്ടുള്ളൂ. ആ ചെറുപ്പക്കാരൻ അല്ലാഹുവേ നിന്നെ പോലെ വികാരവും വിചാരവും മോഹങ്ങളും സ്വപ്നങ്ങളുമായി കഴിഞ്ഞവനാട്. പോയടാ പൊന്നുമോനെ, പള്ളിപ്പറമ്പിലേക്ക് പോയടാ ചെറുപ്പക്കാരാ. അല്ലാഹുവേ ആ പൊന്നുമോന് നീ ഷഹീദിന്റെ കൂലി കൊടുക്കണേ അല്ലാ. ക്യാൻസർ എന്ന് പറയുന്ന രോഗം തിരൂരൊരു ചെറുപ്പക്കാര്, അല്ലാഹുവേ ഉസ്താദേ, എന്റെ ഉമ്മ മതാ, എന്റെ ഉമ്മയ്ക്ക് പടച്ചവരെ വിസർജിക്കാൻ കഴിയുന്നില്ല. എന്റെ ഉമ്മയുടെ വിസർജനം വെളിയിൽ പോകുന്നില്ല. വയറു വീർത്തിട്ട് കിടന്ന് നിലവിളിക്കുന്നു ഉസ്താദേ, എന്റെ ഉമ്മാക്ക് വേണ്ടി എന്ന് ദുആ ചെയ്യണേ. നിങ്ങളെ ഇത്രയേ വെള്ളമോള്, അതിന്റെ അണുക്കൾ നിന്റെ ശരീരത്തിലുണ്ടോ എന്ന് നിനക്കറിയില്ല. അത് മാറ്റാൻ സദഖയ്ക്ക് കഴിവുണ്ട്, അത് തട്ടി മാറ്റാൻ സദഖയ്ക്ക് കഴിവുണ്ട്. അല്ലാഹുവേ 2 കിഡ്നി അങ്ങ് തകർന്നു പോയാൽ 20 ലക്ഷമാ 25 ലക്ഷമാ അല്ലാഹുവേ വെച്ചാലും ശരിയാകണമെന്നില്ല, നേരെയാകണമെന്നില്ല. അതുകൊണ്ട് സഹോദരാ,
അസ്സദഖത്തു റബ്ബുൽ ബലാ. ഇവിടുന്ന് ബഅദ് കഴിഞ്ഞ് പോകുന്ന വഴിയിൽ നിനക്കൊരു ആക്സിഡന്റ് അതാ അല്ലാഹു തീരുമാനിച്ചു വെച്ചിരിക്കുകയാ. പടച്ചവനെ മോനെ സദഖ കൊടുക്കടാ മോനെ, അല്ലാഹു അത് തട്ടിമാറ്റി കളയും, അത് സദഖയ്ക്ക് കഴിയുമെന്നാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, അല്ലാഹുവിന്റെ ഇൽമു പഠിപ്പിക്കുന്ന ഒരു മദ്രസയ്ക്ക് വേണ്ടിയാണ് മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ എടുത്തു. അല്ലാഹുവേ കടലായ അല്ലാഹ്, ദയാലുവായ അല്ലാഹ്, ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ട് ഒരു നല്ല സദഖ കൊടുക്കുന്നു ഇവനെ നീ ഏറ്റെടുക്കണേ അല്ലാഹ്. ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്. മാരകമായ ഏതെങ്കിലും ഒരു രോഗത്തിന്റെ അണുക്കൾ ഇവരുടെ ശരീരത്തിലുണ്ടെങ്കിൽ ഈ സദഖയുടെ ബറക്കത്ത് കൊണ്ട് നീ കരിച്ചു കളയണേ അല്ലാഹ്. റബ്ബേ എല്ലാവിധ ഖൈറു ബറക്കത്തും നൽകണേ അല്ലാഹ്. എല്ലാവരും മനസ്സറിഞ്ഞിട്ടൊരു സദഖ എടുത്തേ. സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ചങ്ങായിമാരെ, ബക്കറ്റ് എടുത്ത കാക്കാമാരെ, നിങ്ങളുടെ പെമ്മക്കളെ കെട്ടിക്കാനോ വീട് വെക്കാനോ മരുന്ന് വാങ്ങാനോ അല്ല, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയ ഒരു മടിയും വേണ്ട, ഒരു ധൃതിയും വേണ്ട. വഅദ് തീരുന്നത് വരെ സമയമുണ്ട്. സമാധാനത്തോടുകൂടി എല്ലാവരുടെ മുന്നിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് പോയാൽ മതി കേട്ടോ. ധൃതി വല്ലോണ്ടോ? ഇല്ലല്ലോ. ഇൻഷാ അല്ലാഹ് പൊക്കോ. അൽഹംദുലില്ലാഹ്. എല്ലാവരും സമാധാനത്തോടുകൂടി ഇൻഷാ അല്ലാഹ് ഉള്ളതിൽ പങ്കു കൊടുക്ക്. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മരിക്കുന്ന കാലം വരെ നിന്റെ വീട്ടിൽ പടച്ചവനെ ദാരിദ്ര്യമില്ല. ഒരിക്കലും നിന്റെ വീട് പട്ടിണിയാകൂല. ഒരിക്കലും നിങ്ങളുടെ ആരുടെയും വീട് പട്ടിണിയാകൂല. ചെയ്യേണ്ടത് ഒരേ ഒരു നന്മയാണ്, ഒരേ ഒരു നല്ല കാര്യമാണ്. അല്ലാഹുവേ ചെയ്യാനുള്ള ഭാഗ്യം തരണേ അല്ലാഹ്. ചെയ്യാനുള്ള ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്യുവോ? ഉറക്കെ പറ ഇൻഷാ അല്ലാഹ്. ഉറക്കെ പറഞ്ഞ ഇൻഷാ അല്ലാഹ്. ഞാൻ പറയുന്ന ഒരു കാര്യം ചെയ്താൽ ഈ ലോകത്ത് ആരുടെയൊക്കെ വീട്ടിൽ പട്ടിണി ഉണ്ടെങ്കിലും നിന്റെ വീട്ടിൽ പട്ടിണി ഉണ്ടാകില്ല. നിന്റെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ മറ്റൊരുത്തന്റെ മുന്നിൽ കയ്യും നീട്ടണ്ട. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്. ചെയ്യുവോ? ഒന്ന് കൈപൊക്കി പാസാക്കി ചെയ്യാന്നുള്ളവർ. അൽഹംദുലില്ലാഹ്. ചിലർക്ക് ഒരു അരയാണ് ഉസ്താദ് എന്താ പറയാൻ പോകുന്നത്, വല്ല പണിയാണോ എന്നൊരു ചെറിയ പേടിയുണ്ട്. കേട്ടിട്ട് തീരുമാനിക്ക്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഞാനല്ല പറഞ്ഞത്, അല്ലയാ പറഞ്ഞത്. ഈമാനുള്ളവനാണോ അല്ലാഹുവിന്റെ ഖുർആനിൽ വിശ്വസിക്കുന്ന മുസ്ലിമേ? നിനക്ക് വിശ്വാസമുണ്ടോ? അല്ലയാ പറഞ്ഞത്, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുഖുക വൽ ആഖിബത്തു ലിത്തഖ്വാ. വിശുദ്ധമായ ഖുർആൻ പറയുകയാ. അല്ലാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇതിപ്പോ നിർത്താറായോ? 10:45 ചുമ്മാ അല്ല. എത്ര മണിക്ക് നിർത്താന്ന് പറഞ്ഞു? പരമനുഷ്യ എത്രയ്ക്ക് നിർത്താന്ന് പറഞ്ഞു? 11 മണി. ചുമ്മാതല്ല. ഇപ്പം ചവിട്ടിയാലേ ഉസ്താദെ അവിടെ നിൽക്കും. ട്രെയിൻ പോലെയാണല്ലോ. ഇപ്പൊ ചവിട്ടി തുടങ്ങിയാലേ ഒരു 11:15 നിൽക്കത്തുള്ളൂ. എന്ത് വേണോ? മടുത്താ? ബോറടിച്ച? ഇത് പറഞ്ഞു തീർക്കട്ടെ. ഈ ഒരെണ്ണമെങ്കിലും ഒന്ന് പറഞ്ഞു തീർത്തോട്ടെ. എത്ര അതിനകത്ത് കൂടുതലൊന്നും ചോദിക്കണില്ല. 4 എണ്ണത്തിൽ ഒരെണ്ണമെങ്കിലും ഞാൻ ഒന്ന് പറഞ്ഞു നിർത്തിക്കോട്ടെ ഇൻഷാ അല്ലാഹ്. ഇല്ലെങ്കിൽ പിന്നെ ഇത് വെറുതായി പോയിരുന്നത്. അല്ലാഹു ഇരുത്തം സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, LKG പഠിക്കുന്ന അല്ലെങ്കിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന 10 വയസ്സുള്ള 12 വയസ്സുള്ള മക്കളോട് നീ പറയും, 1ാം റാങ്ക് വാങ്ങണം, A+ വാങ്ങണമെന്നല്ല. 10ാം ക്ലാസ്സുകാരനോടല്ല, 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനോടും മകളോടും പറയുന്നത്, മോളെ നല്ലതുപോലെ പഠിക്കണം, 1ാം റാങ്ക് വാങ്ങണം. എങ്കിലേ നല്ല ഭാവി ഉണ്ടാകൂ, എങ്കിലേ നല്ല ജോലി കിട്ടൂ, എങ്കിലേ
നല്ല ശമ്പളം കിട്ടൂ, എങ്കിലേ നല്ല കുടുംബത്തിൽ നിന്ന് പെണ്ണ് കിട്ടൂ, എങ്കിലേ നിനക്ക് ഇവിടെ ജീവിക്കാൻ പറ്റൂ. പറയണ പണം ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ. എല്ലാരും പറയുന്നത് പണം ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ. ആര് പറഞ്ഞ പണം ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ? ആരാ പറഞ്ഞ പണം ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുന്നല്ല? എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിക്കാനുള്ള വഴി ഞാൻ പറയാം. അല്ലാഹു പറയുകയാണ് വഅ്മുറു അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുഖുക. അല്ലാഹു പറയുകയാണ്, 5 നേരം നിന്റെ വീടിന്റെ അകത്ത് നമസ്കരിച്ചാൽ, നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും 5 വഖത്ത് നമസ്കരിച്ചാൽ മരിക്കുന്ന കാലം വരെ കഴിക്കാനുള്ള ഭക്ഷണം ഒരിക്കലും തീർന്നു പോകാത്ത റബ്ബ് തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവാ പറയുന്നത്, അല്ലാഹുവാണ് പറയുന്നത്. ആ ഖജനാവ് ഒരിക്കലും തീരൂല. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ അല്ലാഹുവാണ്. ഒരിക്കലും അല്ലാഹുവിന്റെ കയ്യിലിരിക്കുന്നത് തീരൂല. അതുകൊണ്ട് അല്ലാഹ് പറയുകയാ, കഴിക്കാനുള്ള ഭക്ഷണം ഞാൻ തരാ, നീ തേടി നടക്കണ്ട, നീ ഓടി നടക്കണ്ട, ഞാൻ തരാമടാ, ഞാനാടാ റബ്ബ്, ഞാനാണ് നിന്റെ റാസിഖ്. അല്ലാഹു നിനക്ക് കഴിക്കാൻ ഭക്ഷണം തരാമെന്ന് പടച്ച റബ്ബ് പറയുമ്പോ ഈ നമസ്കാരം മുടക്കുന്നത് കച്ചവടത്തിന്റെ പേരിലാ. ഈ കച്ചവടത്തിന്റെ പേരിലല്ലേ നീ നമസ്കാരം കളഞ്ഞത്? അതുകൊണ്ടാണ് അല്ലാഹു നിന്റെ കടയിൽ കച്ചവടമില്ലാതാക്കിയത്. നിനക്ക് കിട്ടിക്കൊണ്ടിരുന്ന ലാഭം നഷ്ടപ്പെടുത്തിയത് നിന്റെ കയ്യിലിരിപ്പാ. ലൈന ശകർതും ലഅസീദന്നകും വലൈന കഫർതും ഇന്ന അദാബി ലശദീദ്. നിന്റെ കയ്യിലിരിപ്പ് കൊണ്ടാ സർവ്വതും നഷ്ടപ്പെട്ടു പോയത്. നീ അല്ലാഹനെ മറന്നപ്പോ അല്ലാഹ് അങ്ങ് പിടിച്ചു വെച്ചു. സംഭവമേ നടന്നിട്ടുള്ളൂ. അതുകൊണ്ട് പറയുകയാ, സ്കൂളിൽ പോകുന്ന മകനോട് പറഞ്ഞു കൊടുക്കും, മോനെ, ഭക്ഷണം കഴിക്കാൻ വിടുന്ന സമയത്ത് ഒരു പേപ്പറും ബാഗിന്റെ അകത്ത് വെച്ചിട്ടുണ്ട്. എന്തിനാണെന്നറിയോ? ആ സ്കൂളിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിരുന്നിട്ട് ദുഹർ കളാക്കാതെ നിസ്കരിക്കാരാ. മരിക്കുന്ന കാലം വരെ റബ്ബ് ഭക്ഷണം തരും മോനെ. 3:30 വീട്ടിൽ വരുന്ന മകളോട് ഭക്ഷണം കഴിക്കുന്നല്ല പറയേണ്ടത്, ഒന്നുമെടുത്തിട്ട് കളാക്കാതെ നിസ്കരിക്കുമോളൂ, വാപ്പാ ചെയ്യേണ്ടത്. അതുകൊണ്ട് അല്ലാഹു പറയുകയാണ്, 5 നേരം നീയും നിന്റെ കുടുംബവും നിസ്കരിച്ചാ മരിക്കുന്ന കാലം വരെ കഴിക്കാ അല്ലാഹു ഭക്ഷണം തരുമെന്ന് വിശുദ്ധ ഖുർആൻ. ഒരു പ്രതിഫലം കൂടെ പറയുന്നുണ്ട്. എനിക്ക് മുമ്പേ പ്രസംഗിച്ച ഉസ്താദ് പടച്ചവരെ മരണത്തെക്കുറിച്ച് പറഞ്ഞിട്ടാണ് അവസാനിപ്പിച്ചത്. ഏതോ ഒരു മഹാനായ ഗുരുനാഥന്റെ മരണം പറഞ്ഞിട്ടാ അവസാനിപ്പിച്ചത്. കേട്ടപ്പോ നിങ്ങൾക്കും കൊതി തോന്നി, അല്ലാഹുവേ, അങ്ങനെ ഒരു മരണം എനിക്ക് കിട്ടിയിരുന്നെങ്കില്. അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. എം ഉസ്താദിന്റെ വഫാത്ത് മരണമാണ് ഉസ്താദ് പ്രസംഗിച്ചത്. കേട്ടപ്പോ കൊതി തോന്നി. നിങ്ങൾക്ക് ആർക്കെങ്കിലും നല്ല മരണം വേണോ? പൈസ ചെലവില്ലാതെ നല്ല മരണം വേണോ? വെള്ളിയാടിച്ച രാവിൽ ചിരിക്കുന്ന മുഖത്തോടെ മയ്യത്ത് കാണാൻ വരുന്നവരെ മുഴുവനും കൊതിപ്പിക്കുന്ന ഒരു മരണം വേണോ? അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വേണോ? വേണ്ടവരൊക്കെ കൈവക്ക്. നല്ല മരണം അല്ലാഹു പറയുകയാ, വൽ ആഖിബത്തു ലിത്തഖ്വാ. 5 നേരം നിസ്കരിച്ചാ ഞാൻ തരാം, 5 വഖത്ത് നിസ്കരിച്ചാ ഞാൻ തരാം. തലകുത്തിയൊന്നും അറിയണ്ട പെങ്ങള്, തലകുത്തിയൊന്നും അറിയണ്ട. നിനക്കൊരു നല്ല മരണം വേണോ? വൽ ആഖിബത്തു ലിത്തഖ്വാ. 5 നേരം നമസ്കരിക്കുന്നവർക്ക് നല്ല മരണം തരാമെന്ന് പറഞ്ഞത് പടച്ചറപ്പാ. രാഷ്ട്രീയക്കാരനല്ല, പറയുന്ന വാക്ക് മാറ്റുന്നവനല്ല. അല്ലാഹ് പറഞ്ഞാ പാലിക്കുന്നവനാ. അതുകൊണ്ട് വേണോടാ ചെറുപ്പക്കാരാ, 5 നേരം പോയി നിസ്കരിക്കടാ മോനെ. മരിച്ചു കിടക്കുന്ന സമയത്ത് ചിരിക്കുന്ന മുഖത്തോട്, അല്ലാഹുവേ പ്രകാശിക്കുന്ന മുഖത്തോട് കാണാ വരുന്നവര് പറയും, കണ്ടോ ഇവൻ അല്ലാഹ് ഇങ്ങനെ
ഇങ്ങനെ ഒരു മരണം കൊടുക്കാൻ ഇവൻ എന്ത് നന്മയാ ചെയ്തത്? വെള്ളിയാഴ്ച രാവിലെ ഒരു മരണം കൊടുത്തല്ലോ. ഇന്നലെയും ഒരു ചെറുപ്പക്കാരൻ തന്റെ ഉമ്മ മരിച്ചു. അല്ലാഹുവേ, പടച്ചവനെ, തൃശ്ശൂരുള്ള ഒരു പ്രിയപ്പെട്ട സഹോദരൻ, അല്ലാഹുവേ, സ്വന്തം ഉമ്മ മരണപ്പെട്ടു. അല്ലാഹുവേ, വിളിച്ചു പറയുമ്പോ ദുഃഖമില്ല, വിളിച്ചു പറയുമ്പോ വലിയ ദുഃഖമില്ല. എന്നോട് പറഞ്ഞു, ഉസ്താദേ, എനിക്കെന്ത് സന്തോഷമെന്നറിയോ? അല്ലാഹു ഒരു നല്ല മരണം കൊടുത്തല്ലോ. വെള്ളിയാഴ്ച രാവിലെ എന്റെ ഉമ്മയ്ക്ക് നല്ല ഒരു മരണം കൊടുത്തല്ലോ എന്ന് പറയുന്ന പടച്ചവനെ, തൃശ്ശൂരിന്റെ പരിസരത്തുള്ള ഒരു സഹോദരൻ, അല്ലാ, ആ ഉമ്മയുടെ ഖബറിനെ നീ വിശാലമാക്കണേ അല്ലാ. ചെറുപ്പക്കാരാ, നിന്റെ മയ്യത്ത് കാണുന്നവര് പറയണം, മരിച്ചാ നീ മരിച്ചതുപോലെ മരിക്കാ. അവന്റെ മുഖത്തെ പ്രകാശം കണ്ടോ, അവന്റെ ചുണ്ടിലെ പുഞ്ചിരി കണ്ടോ, കാണുന്നവര് മുഴുവനും പറയുന്ന ഒരു മരണം നിനക്ക് വേണോടാ. വെള്ളിയാഴ്ച ജുമാ നമസ്കാരം പോലും കളഞ്ഞിട്ട് സിനിമാ തിയേറ്ററിൽ ഫ്ലെക്സ് കെട്ടാൻ പോകരുത്, ടിക്കറ്റ് എടുക്കാൻ പോകരുത്. പടച്ചവരെ, എവിടെ നോക്കിയാലും ഫുട്ബോൾ കളിയാണ്. പള്ളിക്കകത്ത് മഗ്രിബിന്റെ നിസ്കാരം നടക്കുമ്പോ, ഇശാഇന്റെ ജമാഅത്ത് നടക്കുമ്പോ റോഡിലൂടെ വരുമ്പോ കാണാ പല സ്ഥലങ്ങളിലും കളി നടക്കുകയാ. എങ്ങനെ കഴിയുന്നടാ, എങ്ങനെ കഴിയുന്നടാ ചെറുപ്പക്കാരാ? എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ, നിന്നെ പോലെ ഒരു ചെറുപ്പക്കാരൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ പിടിച്ചു വലിച്ചുകൊണ്ട് അതാ ശത്രുക്കളെ കൊണ്ടുവരികയാണ്. അല്ലാഹുവേ, കൊണ്ടുവന്ന് കഴുകുമരത്തിന്റെ മുന്നിൽ നിർത്തി കഴുത്തിലേക്ക് കയറെടുത്തിട്ട് ഹുബൈബിനോട് താഴെ നിൽക്കുന്ന കൂട്ടുകാർ ചോദിക്കുന്നു, ഹുബൈബേ, എന്തിനാടാ ചെറുപ്രായത്തില് ചാകുന്നത്? നീ ഞങ്ങളുടെ കൂട്ടുകാരനല്ലേടാ, വാടാ ഹുബൈബേ, അടിച്ചു പൊളിക്കാമടാ. ഏത് പെണ്ണിന് വേണമെങ്കിലും തരാ, എത്ര പണം വേണമെങ്കിലും തരാ, നിനക്ക് അധികാരം തരാ. ഈ ചെറിയ പ്രായത്തിലെ ചാവല്ലേടാ ഹുബൈബ്, പുതിയ മതങ്ങൾ എന്നിട്ട് വാടാ ഹുബൈബ്. ഹുബൈബ് പറഞ്ഞു, ഞാൻ വരൂല. അപ്പോൾ അവര് പറഞ്ഞു, നീ ഞങ്ങളുടെ കൂട്ടുകാരനാണ്, ഒരു ഓഫർ തരാ, മതം മാറണ്ട, മുഹമ്മദിന് ഒരു ചീത്ത വിളിച്ചിട്ട് വാടാ. അതിന് ഹുബൈബ് തയ്യാറായില്ല. എല്ലാവരും പറഞ്ഞു, ഹുബൈബിനെ കൊല്ല. അതാ കൊല്ലാ സമയമാകുമ്പോ കൂട്ടുകാര് ചോദിച്ചു, ഹുബൈബേ, വല്ല മോഹവുമുണ്ടെങ്കിൽ പറയടാ, വല്ല മോഹവുമുണ്ടെങ്കിൽ പറ. ഹുബൈബ് തങ്ങൾ പറഞ്ഞു, എനിക്കൊരാഗ്രഹമുണ്ട്, 2 റക്അത്ത് നിസ്കരിച്ചാ മതി, എനിക്കൊരവസരം തരുമോ? അവൻ അനുവാദം കൊടുത്തു. 2 റക്അത്ത് നമസ്കരിച്ചു. ഹുബൈബ് തങ്ങൾ നമസ്കാരം കഴിഞ്ഞിട്ട് സുജൂദിൽ കിടന്നിട്ട് കരയുകയാ. അല്ലാഹുവേ, എപ്പോ നിസ്കരിച്ചാലും വലിയ സൂറത്താ ഓതുന്നത്, ഇന്ന് ചെറുതാണ് ഓതിയത്. ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല തമ്പുരാന്, കൊതിയില്ലാഞ്ഞിട്ടല്ല തമ്പുരാന്, നേരത്തെ നിർത്തിയത് എന്തുകൊണ്ടെന്നറിയോ? എന്റെ നമസ്കാരം നീണ്ടാൽ ഇവന്മാര് വിചാരിക്കും എനിക്ക് മരിക്കാൻ പേടിയാണെന്ന്. എനിക്കൊരു പേടിയുമില്ല തമ്പുരാന്, എനിക്കൊരു ഭയവുമില്ല തമ്പുരാന്. അതാ സലാമീട്ടിയിട്ട് കഴുകുമരത്തിന്റെ മുന്നിൽ പോയി കഴുത്തിലേക്ക് കയറിട്ടു. തങ്ങള് കഴുകുമരത്തിൽ കിടന്ന് പിടയുകയാണ്. ശത്രുക്കൾ ചിരിക്കുകയാണ്. മരണപ്രാളത്തിൽ കിടന്ന് പിടയുന്ന റളിയല്ലാഹു കണ്ടിട്ട് ശത്രുക്കൾ ചിരിക്കുമ്പോ മലക്കുകൾ പറയുന്നു, ഹുബൈബേ, ചിരിക്കടാ, ഹുബൈബേ, ചിരിക്കടാ. അവന്മാരുടെ മുഖത്ത് നോക്കിയിട്ട് ചിരിക്കു ഹുബൈബേ. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയാ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. സ്വർഗ്ഗത്തിലെ വസ്ത്രം പിടിച്ചുകൊണ്ട് മലക്കുകൾ നിൽക്കുകയാ കൊണ്ടുപോകാൻ. അതുകൊണ്ട് കരയരുത്, പേടിക്കരുത്. അവരുടെ മുഖത്ത് നോക്കിയിട്ട് പറ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഉറക്കെ പറ ഹുബൈബേ, ഉറക്കെ പറ ഹുബൈബേ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. പറഞ്ഞു തരുമടാ. 5 നേരം അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഹയ്യ അലസ്സലാ, ഹയ്യ അലൽ ഫലാ,
ഫുട്ബോൾ കളി നടക്കുമ്പോ, ക്രിക്കറ്റ് കളി നടക്കുമ്പോ, റോഡിന്റെ ചാരത്തിരുന്ന് ഫോണിൽ കുത്തുമ്പോ അവരുടെ നടുവിലൂടെ പള്ളികൾ വന്ന് നിസ്കരിച്ച ചെറുപ്പക്കാരാ, എടാ ലോകത്ത് നീ എവിടെ കിടന്ന് മരിച്ചാണ് നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാ വാപ്പ വേണ്ട, ഉമ്മ വേണ്ട, ഭാര്യ വേണ്ട, മക്കള് വേണ്ട, കുടുംബക്കാര് വേണ്ട, കൂടപ്പുറപ്പ് വേണ്ട, കൂട്ടുകാര് വേണ്ട, നിനക്ക് പറഞ്ഞു തരുമടോ. റൂഹ് പിടിച്ച് തൊണ്ട കുടിയുടെ ഭാഗത്തേക്ക് കൊണ്ടുവെക്കുമ്പോ നിന്റെ റൂഹ് പിടിക്കാൻ വരുന്ന മലക്ക് പറഞ്ഞു തരും, പറമോനെ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിനാടാ മരണമെന്ന് പറയുന്നത്, അതിനാടാ മരണമെന്ന് പറയുന്നത്. അങ്ങനെ ഒരു മരണമാ അല്ല നിനക്ക് ഓഫർ ചെയ്യുന്നത്. നിനക്കല്ല അങ്ങനെ ഒരു മരണം ഓഫർ ചെയ്യുകയാ. വേണോടാ ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളോ, മരണം വേണോ മോളോ? നീ മരിച്ചാ മുഖ്യമന്ത്രി വരൂല, പ്രധാനമന്ത്രി വരൂല, പ്രതിപക്ഷ നേതാവ് വരൂല, ഇന്ത്യയുടെ ഗവർണർ വരൂല. പക്ഷേ നിന്റെ മയ്യത്ത് കബറടക്കാ, നിന്റെ മയ്യത്ത് നമസ്കരിക്കാ ആരാ വരുന്നതെന്നറിയോ? ആരാ വരുന്നതെന്നറിയോ? അഞ്ചുനേരം അല്ലാഹുവിന്റെ പള്ളിയിൽ പോയി നിസ്കരിക്കുന്ന മുസ്ലിമേ, വീടിന്റെ അകത്ത് മരുമക്കള് കിടന്ന് തലകുത്തി മറിയുമ്പോ ആരും കാണാതെ നിസ്കാരപ്പായിൽ നിന്ന് നിസ്കരിക്കുന്ന ഉമ്മ, നിന്റെ മയ്യത്ത് നമസ്കരിക്കാ, നിന്നെ കബറടക്കാ ആരാ വരുന്നതെന്നറിയോ? അല്ലാഹു തആലാന്റെ ജനാസ അടിക്കാൻ അനുവദിക്കുന്നില്ല. അവിടെ തന്നെ കെട്ടിക്കിട്ടിരിക്കുകയാണ്. അവിടെ തന്നെ ദിവസങ്ങൾ കിടന്നു, മണിക്കൂറുകൾ കഴിഞ്ഞു, എല്ലാവരും കാവൽ നിൽക്കുകയാണ്. മുത്തുനബി പറഞ്ഞു, സ്വഹാബാ ആരാ അടിച്ചു കൊണ്ടുവരുന്നത്? ആരാണ് കബറടക്കുന്നത്? ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ തയ്യാറാണ് നബിയേ, ഞാൻ തയ്യാറാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ അനുവാദം കൊടുത്തു. ഈ സ്വഹാബി ഹുബൈബ് തങ്ങളുടെ ജനാസ അഴിക്കുന്നതിന് വേണ്ടി കടന്നു പോവുകയാണ്. അല്ലാഹുവേ, നോക്കുമ്പോ ശത്രുക്കളുടെ ഭാഗത്തേക്ക് യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന സുന്ദരിയായ ചെറുപ്പക്കാരിയായ പെണ്ണുണ്ടല്ലോ, ഓടിച്ചെന്നിട്ട് പറയുകയാ, എനിക്ക് ഈ ഹുബൈബിന്റെ തലയൊന്ന് വെട്ടിത്തരുവോ? തല എനിക്കൊന്ന് മുറിച്ചു തരുവോ? എന്തിനാ പെണ്ണെ ചത്തവന്റെ തല നിനക്കെന്തിനാണ്? പെണ്ണ് പറഞ്ഞത് എന്തെന്നറിയോ? അവന്റെ തല വെട്ടി പൊളിച്ചിട്ട് തലച്ചോറ് വെളിയിലെടുത്ത് കളഞ്ഞിട്ട് ആ തലയോട്ടിക്കകത്ത് കള്ളൊടിച്ചു കുടിക്കാനാ ഞാൻ ശപഥം ചെയ്തിരിക്കുകയാണ്. ഇത് കുറിച്ചു തരുന്നവന്റെ കൂടെ കിടക്കാൻ ഞാൻ തയ്യാറാ. അവന്റെ തല വെട്ടി തന്ന തലയോട്ടിക്കകത്ത് എനിക്ക് കള്ളൊഴിച്ചു കുടിക്കണം. മുറിച്ചു തരുന്നവന്റെ കൂടെ കിടക്കാൻ ഞാൻ തയ്യാറാ. ശത്രുക്കൾക്ക് വല്ലാത്ത ഉത്സാഹമായി തല വെട്ടാൻ പോകുമ്പോ സ്വഹാബി മരത്തിന്റെ മുകളിൽ കയറി, ഈന്തപ്പന മരത്തിന്റെ മുകളിലേക്ക് വലിഞ്ഞു കയറി. എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. സുബ്ഹാനല്ലാഹ്, ഭാഗങ്ങളിലേക്ക് ഓടുകയാ, 4 ഭാഗങ്ങളിലേക്ക് ഓടുകയാണ്. എന്തേ സംഭവിച്ചതെന്നറിയില്ല. മരത്തിന്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങി ഹുബൈബ് തങ്ങളുടെ ജനാസ കടന്ന സ്ഥലത്ത് ചെല്ലുമ്പോ മയ്യത്ത് കാണുന്നില്ല, ജനാസ കാണുന്നില്ല. എന്തേ സംഭവിച്ചതെന്നറിയുന്നില്ല. കരഞ്ഞുകൊണ്ടില്ല ഹദ്റത്ത് റസൂലുള്ളാഹ് നബിയുടെ മുന്നിലേക്ക് ഓടുകയാണ്. നടന്നത് മുഴുവനും പറഞ്ഞു കൊടുത്തു, സംഭവങ്ങൾ മുഴുവനും പറഞ്ഞു കൊടുത്തു. റസൂലുള്ളാഹി പറഞ്ഞു, സഹാബാ ഹുബൈബിനെ കബറടക്കി, സഹാബാ ഹുബൈബിനെ കബറടക്കി, സഹാബാ. ആരാടാ പൊന്നുമോനെ, ആരാടാ കബറടക്കിയത്? നിന്നെ കബറടക്കാൻ വരുന്നതാരാണ്? നിന്നെ കബറടക്കാൻ വരുന്നതാരാണ്? ഇവിടത്തെ പള്ളിയൊന്നും തികയൂല വാപ്പാ. അല്ലാഹുവേ, 5 നേരം നിസ്കരിക്കുന്ന പെങ്ങന്മാരെ, ഇവിടത്തെ പള്ളിയോ പറമ്പോ തികയൂല. അത്രയ്ക്കും ജനസാഗരമാണ്, അത്രയ്ക്കും ജനസാഗരമാണ്. മന്ത്രിമാരും രാഷ്ട്രീയക്കാരുമല്ല. ആരാ വരുന്നത്? ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത, പാപം കാണാത്ത, പാപം പറയാത്ത അല്ലാഹുവിന്റെ മലക്കുകളുണ്ടല്ലോ. അവരിറങ്ങി വരുവടാ മോനെ. തങ്ങളെ കബറടക്കിയത് മലക്കുകളായിരുന്നു.
ഖബറിലായിരുന്നടാ. മലക്കുകളാണ് ഖബറടക്കിയതെന്ന് ചരിത്രം പറയുമ്പോ ഇതിനെക്കാളും എന്ത് പ്രതിഫലമാടാ നിനക്ക് വേണ്ടത്? അതുകൊണ്ട് വാപ്പാ സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങള് തന്റെ പൊന്നുമകന് കൊടുത്ത രണ്ടാമത്തെ ഉപദേശം, നിസ്കരിച്ച ജീവിതത്തിൽ അവസാനത്തെ നിസ്കാരമാണെന്ന് കരുതിയിട്ട് വേണം നിസ്കരിക്കാൻ. ഞാൻ നിർത്തുകയാണ്, ഒരു ഉപദേശം കൂടെ പറഞ്ഞു നിർത്തുകയാ. മൂന്നാമത്തെ ഉപദേശമെന്തേ? ഉപദേശമെന്ത്? അള്ളാഹു ഇതുകൂടെ പറഞ്ഞു പിരിയാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, 4 കാര്യത്തിൽ ഒരെണ്ണം പറഞ്ഞ് ഇന്ന് പിരിയ, 3 എണ്ണം ഇൻഷാ അല്ലാഹ് ഈ മാസം 13-ാം തീയതിയാന്ന് തോന്നുന്നു. ഈ മാസം സിറയിൽ ഇവിടെ അടുത്ത എന്റെ പരിപാടിക്ക് ആളുകൂടാൻ പറഞ്ഞില്ല. ഈ വിഷയം പറഞ്ഞു തീർക്കണമെന്ന് എനിക്ക് എന്തായാലും കഴിയില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് 13-ാം തീയതി 2-3 കിലോമീറ്റർ അപ്പുറത്താണ് ഈ സ്ഥലം. ഇൻഷാ അല്ലാഹ് അടുത്ത ശനിയാഴ്ചയാണെന്ന് തോന്നുന്നു, ഞായറാഴ്ച ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് അങ്ങോട്ട് വന്ന് ബാക്കി കേട്ടോണം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഒരു വാപ്പ കൊടുത്ത 3-ാമത്തെ ഉപദേശം എല്ലാം കേട്ടോണം. താത്തമാരൊക്കെ കേട്ടോണം കേട്ടോ. ഇത്തിരി പണത്തിനോട് ആർത്തിയുള്ള നീ കേട്ടോ. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു തന്റെ പൊന്നുമകന് കൊടുത്ത 3-ാമത്തെ ഉപദേശം, വഇയ്യാക വത്തമഅ ഫഇന്നഹു ഫഖറുൽ ഹാദിറ. മോനെ, മറ്റുള്ളവന്റെ കയ്യിലിരിക്കുന്നത് മോൻ ആഗ്രഹിക്കരുത് കേട്ടോ. എത്ര വലിയ ഉപദേശം! പാപ്പ മകനോട് പറഞ്ഞു കൊടുക്കുകയാ, വേറെ ഒരാളുടെ കയ്യിലിരിക്കുന്നത് എന്റെ മോൻ ആഗ്രഹിക്കരുത്. ആഗ്രഹിച്ച അത് ദാരിദ്ര്യം വലിച്ചു കൊണ്ടുവരും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ഒരു വാപ്പ ചെയ്യേണ്ടെന്ന് മകനെ വിളിച്ചിട്ട് പറയണം, മോനെ, നീ നിന്റെ ഉമ്മാടെ വയറ്റിൽ കടന്നപ്പോ തന്നെ നീ തിന്നേണ്ട ഭക്ഷണത്തിന്റെ മുകളിൽ അള്ളാഹ് നിന്റെ പേരെഴുതി വെച്ചിട്ടുണ്ട്. പത്തനാപുരത്ത് കിടക്കുന്ന എനിക്ക് എന്റെ ഉമ്മാടെ വയറ്റിൽ കിടന്നപ്പോ തന്നെ അള്ളാഹ് എഴുതി വെച്ചിട്ടുണ്ട്, മുനീറിന്റെ വീട്ടിൽ വന്ന് സാധാ ചോറ് ഇന്നവിടെ ബിരിയാണി ഉണ്ടായിരുന്നു, ഒറട്ടി ഉണ്ടായിരുന്നു, ചപ്പാത്തി ഉണ്ടായിരുന്നു. അതിനകത്തൊന്നും അള്ളാഹ് എന്റെ പേര് എഴുതിയില്ല. എന്റെ പേര് എഴുതിയത് വെള്ള ചോറിന്റെ മുകളിലായിരുന്നു. ഞാൻ തിന്നാൻ വന്നു. എന്റെ പ്രിയമുള്ളവരെ, എന്റെ ഉമ്മാടെ വയറ്റിൽ കിടന്നപ്പോ അള്ളാഹ് എഴുതി വെച്ചതാ മുനീറിന്റെ വീട്ടിലെ അന്നം. നാളെ വേങ്ങരയിലാ വാഴ്. ഏത് വീട്ടിലാണെന്ന് എനിക്കറിയില്ല, എന്തായാലും ഉണ്ടാകും. പോയി തിന്നാൻ അള്ളാഹു ബാക്കി തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, എഴുതിയിട്ടുണ്ട്, ഞാൻ പോയി കഴിക്കും. എനിക്ക് കിട്ടേണ്ട പൈസ ആർക്കും കിട്ടൂല, സിറാജിന് തന്നെ കിട്ടും. എന്റെ പെണ്ണുമ്പിള്ള ആരാന്ന് അള്ളാഹ് പണ്ടേ തീരുമാനിച്ചിട്ടുണ്ട്. എനിക്ക് എത്ര മക്കളുണ്ട് അത് അള്ളാഹ് പണ്ടേ തീരുമാനിച്ചിട്ടുണ്ട്. സിറാജ് 33 43 53 103 എത്ര വയസ്സ് വരെ ജീവിക്കുമെന്ന് അള്ളാഹ് പണ്ടേ എഴുതി വെച്ചിരിക്കുക. എവിടെ കിടന്ന് എങ്ങനെ മരിക്കും. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. അപ്പൊ എന്റെ ഉമ്മാടെ വയറ്റിൽ കിടന്നപ്പോ തന്നെ അള്ളാഹ് എല്ലാം എഴുതി വെച്ചിരിക്കുക. പിന്നെ ഞാൻ തലകുത്തി മറിഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഒരു ഉമ്മയും വാപ്പയും പറഞ്ഞു കൊടുക്കേണ്ടത്, മോനെ, അള്ളാഹു പണ്ടേ തീരുമാനിച്ചു വെച്ചിരിക്കുക. അതുകൊണ്ട് നീ ആർത്തി വെച്ച വെറുതെ ആർത്തി വെക്കണ്ട. ആർത്തി വെച്ചാൽ നീ മറ്റുള്ളവന്റെ കയ്യിലിരിക്കുന്നത് ആഗ്രഹിച്ച ദാരിദ്ര്യം വലിച്ചു കൊണ്ടുവരും. അത്യാഗ്രഹം പാടില്ല. അതാ അത്യാഗ്രഹം പാടില്ല. അത്യാഗ്രഹം ഇല്ലാതായാൽ നിന്നെ അള്ളാഹു സമ്പന്നനാക്കും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നമ്മൾ നേരെ തിരിച്ചാ കണ്ടോടാ, അബൂബക്കറിന്റെ മോൻ കണ്ടോ, അവൻ IPS കാരൻ IAS കാരൻ. നീ ഇങ്ങനെ നടക്കട, ഓനത്തല്ല, ഓനെ കുറ്റപ്പെടുത്ത. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഉമ്മ, നീ ആദ്യം അള്ളാഹയെ കുറിച്ചോ റസൂലുള്ളാഹിനെ കുറിച്ചോ ദീനിനെ കുറിച്ചല്ല, പണത്തിനെ കുറിച്ചാ പറഞ്ഞ്. അതുകൊണ്ടാ കഞ്ചാവ് പിടിച്ച നിന്റെ മോനെ. ചെറിയ മക്കളുടെ ഹൃദയത്തിന്റെ അകത്ത് പണത്തിനെ കുറിച്ചുള്ള ആർത്തി കുത്തിവെച്ചത് കൊണ്ടാ മയക്കുമരുന്ന് കച്ചവടം, കഞ്ചാവ് കച്ചവടം, കുടൽപ്പണം മോനിപ്പോ ഉണ്ട് നിന്നോട് അകത്ത് കിടക്കണത്. ആരാ? നീ തന്നെ കാരണം. നിന്റെ മക്കളെ പിഴപ്പിച്ചത് നീ തന്നെ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, മക്കള്, നിങ്ങൾ അവരുടെ അത്യാഗ്രഹത്തെ കുറിച്ച്, അവരുടെ ആവശ്യമില്ലാത്ത ചിന്തകളെ കുറിച്ച് പറഞ്ഞു കൊടുക്കണ്ട. പറഞ്ഞുകൊണ്ട് അള്ളാഹു നിനക്ക് തീരുമാനിച്ചത് നിനക്ക് തന്നെ കിട്ടും. അള്ളാഹു തീരുമാനിച്ചത് നിനക്ക് തന്നെയാ, അത് മറ്റാർക്കും കിട്ടില്ലടാ. ദാരിദ്ര്യം വന്നുപോയാൽ വല്ലാത്ത പ്രയാസമാണ്. അതുകൊണ്ട് മറ്റുള്ളവന്റെ കയ്യിലിരിക്കുന്നത് ആഗ്രഹിക്കരുത്. എന്റെ ഉപ്പമാർക്ക് വന്ന ഒരു പോരായ്മ പറയാം. എന്റെ ഉപ്പമാർക്ക് വന്ന പോരായ്മ, വാപ്പാടെ ജോലി എന്താന്ന് വെച്ചാൽ മക്കൾക്ക് അറിയത്തില്ല. വാപ്പ ഒരു ഉദാഹരണം പറയുമല്ലോ, ജോലി എന്താണെന്ന് ചോദിക്കുമ്പോൾ സ്ഥലത്തിന്റെ പേര് പറയുന്ന ഒരു വിഭാഗമാണ് മലയാളികൾ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ജോലി എന്താന്ന് വെച്ചാൽ പറയും ഗൾഫിലാണ്.
ജോലി എന്താ? ഗൾഫില. അതൊരു ജോലിയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നിന്റെ ജോലി എന്താണെന്ന് നിന്റെ മക്കൾക്ക് നീ പഠിപ്പിച്ചു കൊടുക്കണം. വാപ്പാടെ കപ്പാസിറ്റി എന്താണെന്ന് മക്കൾക്ക് അറിയണം. അതങ്ങനല്ല ചോദിക്കുന്നത് മുഴുവനും വാങ്ങി കൊടുക്കും, അവസാനം പോകും. അതന്നെ, അങ്ങനല്ല. ഗൾഫിൽ പോയി കിടന്ന് അറബിയുടെ അടിമകളെ പോലെ ചൂടത്ത് പോയി കിടന്ന് കഷ്ടപ്പെടും, കുപ്പൂസും വെള്ളവും പെണ്ണും പിള്ള മന്തിയെ നിന്നത്തുള്ളൂ ഇവിടെ. അങ്ങനല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നിന്റെ ജോലി എന്താണെന്ന് നീ പറഞ്ഞു കൊടുക്കണം. പണ്ടത്തെ പെണ്ണുങ്ങളും ഇന്നത്തെ പെണ്ണുങ്ങളും തമ്മിലുള്ള വ്യത്യാസം, ഈ നിരന്നിരിക്കുന്ന പ്രായമുള്ള വാപ്പ, നിന്റെ ചെറിയ പ്രായത്തിൽ നിന്റെ ഉമ്മയും നിന്റെ പെണ്ണും പിള്ളയും തമ്മിലുള്ള വ്യത്യാസം നോക്ക്. നിന്റെ ഭാര്യയും നിന്റെ ഉമ്മയും തമ്മിലുള്ള വ്യത്യാസം, പഴയ പെണ്ണുങ്ങളും പുതിയ പെണ്ണുങ്ങളും തമ്മിലുള്ള വ്യത്യാസം. പണ്ട് നീ ചോറ് കഴിക്കുന്ന സമയത്ത് ഒരു ചോറ് താഴെ വീണാൽ ഉമ്മ കൈകൊണ്ട് എടുത്തു പാത്രത്തിലിട്ട് തന്നിട്ട് അതിന്റെ മഹത്വം കൂടെ പറഞ്ഞു തരുമായിരുന്നു. ഒരു ചോറ് താഴെ വീണ അതെടുത്ത് പാത്രത്തിലിട്ടിട്ട്, മോനെ ഇതേ ഉള്ളടാ, തിന്നടാ, ഇത് വാപ്പാടെ രക്തം വിയർപ്പാക്കി ഉണ്ടാക്കിയതാടാ, ഇത് പറഞ്ഞു തരുമായിരുന്നു ഉമ്മ. ഇന്നത്തെ പെണ്ണുങ്ങള് മക്കള് ഒരു പ്ലേറ്റ് ചോറെടുത്ത് കമത്തിയാലും മിണ്ടൂല്ല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇതാ വ്യത്യാസം. കാരണം എന്തേ? എന്റെ പ്രിയമുള്ളവരെ, മഹാനായ അബൂദറിൽ ഗഫാരി റളിയല്ലാഹു തആല അൻഹു, അതാ വാപ്പ നിരന്നിരിക്കുന്ന ഉപ്പമാരെ. അബൂദറിൽ ഗഫാരി റളിയല്ലാഹു തആല അൻഹു, അബൂദർ എന്ന് പറയുന്ന സ്വഹാബി മരിക്കാൻ കിടക്ക, സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്ക. മക്കളെല്ലാവരെയും വിളിച്ചു, വാ. മക്കളൊക്കെ വിളിച്ചു. എല്ലാ മക്കളെയും അടുത്ത് വിളിച്ചിരുത്തിയിട്ട് ചോദിച്ചു, അപ്പാനോട് ദേഷ്യമായില്ലേ? അപ്പാനോട് വെറുപ്പാണോ മക്കളെ? വാപ്പ നിങ്ങൾക്ക് വേണ്ടി ഒന്നും കരുതി വെച്ചിട്ടില്ല ട്ടാ. വാപ്പ ഇന്ന് വരെ നിങ്ങൾക്ക് വേണ്ടി 5 നയാ പൈസ ഞാൻ കരുതി വെച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ വാപ്പാനെ വെറുക്കരുത്, വാപ്പാനോട് ദേഷ്യം കാണിക്കരുത്. വാപ്പ കള്ളു കുടിച്ചും പെണ്ണ് പിടിച്ചും തീർത്തതല്ല. എന്റെ കയ്യിൽ ഒന്നും ഇരിക്കില്ല. എന്ത് കിട്ടിയാലും ഞാൻ പാവങ്ങ് കൊടുക്കും. എന്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ഒന്നും കരുതി വെച്ചിട്ടില്ല. വാപ്പാടെ അവസ്ഥ എന്തെന്നറിയോ? ഇന്നും മരിച്ച കഫൻ തുണി വാങ്ങാൻ 1 രൂപ ഈ വീടിന്റെ അകത്തില്ല. അതാ വാപ്പ പറഞ്ഞു കൊടുത്തു. അതുകൊണ്ടാ ചിലര് പറയും, എന്തെങ്കിലുമൊക്കെ കാണിക്കുമ്പോ മക്കള് പറയും, എന്റെ ഉപ്പാടെ കയ്യിൽ പൈസ ഇല്ല. പാവം, അത് മക്കൾക്കറിയാം. അല്ലാതെ എനിക്ക് മൊബൈൽ വേണം, എനിക്ക് കമ്പ്യൂട്ടർ വേണം, എനിക്ക് ബൈക്ക് വേണം, എനിക്ക് സൈക്കിൾ വേണം പറയൂല. എന്റെ ഉപ്പാടെ കയ്യിൽ പൈസ ഇല്ല. എന്റെ ഉപ്പ ചുമട്ടു തൊഴിലാളിയാ. എന്റെ ഉപ്പ പാവം തെങ്ങിൽ കയറുന്നവനാ. എന്റെ ഉപ്പ കഷ്ടപ്പെട്ട് കൂലിക്കണിക്ക് പോകുന്നവനാ. 500 1000 കിട്ടി എന്റെ ഉപ്പാടെ കയ്യിലില്ല എന്നുള്ളത് പണ്ടത്തെ മക്കൾക്കറിയാം, ഇന്നറിയില്ല. എന്റെ പ്രിയപ്പെട്ടവർ, അബൂദർ ഗഫാരി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, മക്കളെ, ഉപ്പ മരിച്ച മയ്യത്ത് തുണി വാങ്ങാൻ എന്റെ കയ്യിലില്ലടാ പൈസ. 1 രൂപ ഈ വീടിന്റെ അകത്തില്ല. ഒരു നല്ല തുണി വെച്ച് പൊലിയാൻ നല്ല തുണിയില്ല. മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു മക്കളോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഒരു നല്ല തുണിയും ഈ വീടിന്റെ അകത്തില്ല. പക്ഷേ എന്റെ മക്കള് പേടിക്കരുത്. വാപ്പ മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നറിയോ? വാപ്പാടെ മയ്യത്ത് നല്ലതുപോലെ നിങ്ങൾ കുളിപ്പിക്കണേ. വാപ്പാടെ ജനാസ നിങ്ങൾ നല്ലതുപോലെ കുളിപ്പിക്കണം. വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് വഴിയിൽ കൊണ്ടുവെക്കണം. ജനങ്ങളെ നടന്നു പോകുന്ന വഴിയുടെ ചാരത്ത് ജനാസ കൊണ്ടുവെക്കണം. അവിടെ കാത്തു നിൽക്കണം. ഉംറ കഴിഞ്ഞാരെങ്കിലും വരും. ആ വരുന്നവരെ കണ്ടാ പറയണം, ഇത് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയാ. മയ്യത്ത് തുണി വാങ്ങാ പൈസയുമില്ല, തുണിയുമില്ല. ഇഹ്റാമിന്റെ വസ്ത്രം കൊണ്ടൊന്ന് പൊതിഞ്ഞിട്ട് കബറടക്കാൻ എന്റെ മക്കൾ ഇത് പറഞ്ഞാ മതി. അബൂദർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുത്തു. അവിടുന്ന് മരണപ്പെട്ടു. വാപ്പ പറഞ്ഞതുപോലെ മക്കള് മയ്യത്ത് കുളിപ്പിച്ചു. കൊണ്ടുപോയി വഴിയിൽ വെച്ചിട്ട് കാത്തു നിൽക്കുകയാണ്. റബ്ബേ, ഒരുപാട് സമയം കഴിയുമ്പോ അതാ ഒരു സംഘം വരുന്നു. അല്ലാഹുവിന്റെ കഅബാലയം കണ്ടിട്ട് വരുന്ന, ഉംറയ്ക്ക് പോയിട്ട് വരുന്ന ഒരു സംഘത്തെ കാണുകയാ. സംഘത്തിന്റെ നേതാവ് മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു. നേതാവ് അടുത്തേക്ക് വരുമ്പോ വാപ്പാടെ ജനാസയുടെ ഭാഗത്ത് നിന്നിട്ട് മക്കള് പറയുകയാ, ഈ കിടക്കുന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയാ, നിങ്ങളുടെ വാപ്പയാ. കഫൻ തുണി വാങ്ങാ പൈസയുമില്ല, തുണിയുമില്ല. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇഹ്റാമിന്റെ സമയത്ത് ധരിച്ച വസ്ത്രം കൊണ്ട് ഞങ്ങളുടെ വാപ്പാനെ ഒന്ന് പൊതിഞ്ഞിട്ട് കബറടക്കുവോ? സൽമാൻ തങ്ങളെ ചിന്തിച്ചു പോയി. റബ്ബേ, ആരാ അല്ലാഹ്? ഒന്നുമില്ലാത്ത ഈ സഹാബി ആരാ അല്ലാഹ്? മുഖത്തിട്ടിരുന്ന തുണി അങ്ങ് മാറ്റുമ്പോ സുബ്ഹാനല്ലാഹ്,
ദറിൽ ഗുഫാരി റളിയല്ലാഹു തആല അൻഹു സദഖ റസൂലുള്ളാഹ്. എന്റെ മുത്തുനബി പറഞ്ഞത് സത്യമാ. എന്റെ പ്രിയമുള്ളവരോ, അവിടെ അങ്ങനെ കബറടക്കി എന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് പറയുകയാണ്, ഇങ്ങനെയുള്ള ചരിത്രമാണ് മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. അല്ലാഹുവിന്റെ പ്രവാചകനും സ്വഹാബികളും വിശപ്പ് സഹിക്കാൻ കഴിയാതെ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടികെട്ട് നടന്ന കഥ പറഞ്ഞു കൊടുക്കൂ. തിന്നാ ഭക്ഷണമില്ലാതെ പച്ചില പറിച്ചതിന്റെ ചരിത്രം പറഞ്ഞു കൊടുക്കൂ. അല്ലാഹുവേ, ആയിഷാ ബീവിയുടെ വീടിന്റെ അകത്ത് ഒരു മാസം തീ പുകയാത്ത കഥ പറഞ്ഞു കൊടുക്കൂ. അപ്പോഴാ നിന്റെ ജീവിതത്തിന്റെ വില നിന്റെ മക്കൾക്ക് തരയുന്നത്. അല്ലാഹുവേ, അങ്ങനെ ഒരു ഗതി എനിക്ക് റബ്ബ് തന്നില്ലല്ലോ, അങ്ങനെ ഒരവസ്ഥ എനിക്ക് റബ്ബ് തന്നില്ലല്ലോ. അപ്പോഴാണടി നിനക്ക് അത്യാഗ്രഹം മാറുന്നത്. കണ്ടവന്റെ കൊട്ടാരം കാണുമ്പോ നിനക്ക് ആക്രാന്തം വരാതിരിക്കുന്നത് അപ്പോഴാ. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ പഠിക്കൂ പെങ്ങളോ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ പഠിക്കൂ. റബ്ബ് ചെയ്ത നിഅമത്തപ്പോഴാ തിരിയുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കുടുംബത്തിന്റെ അവസ്ഥ പരിതാപകരമായിരുന്നു. അല്ലാഹുവേ, ആയിഷാ ബീബി റളിയല്ലാഹു തആല അൻഹാ അവിടെ പട്ടിണിയായിരുന്നു പെങ്ങളോ. ലൗകാന ഇന്ധനാ ദുഹിന്, എന്റെ വീടിന്റെ അകത്ത് വിളക്കിന്റെ അകത്തൊഴിക്കുന്ന എണ്ണയുണ്ടായിരുന്നെങ്കിൽ വിശപ്പ് കാരണം ഞാൻ കുടിക്കുമായിരുന്നു. പറഞ്ഞതാരാ? മുത്തുനബിയുടെ ഭാര്യ മഹദി ആയിഷ. ആയിഷ റളിയല്ലാഹു തആല അൻഹാ. അതുകൊണ്ട് ചെറുപ്പക്കാരാ, പണമുണ്ടെങ്കിൽ മാത്രമേ ജീവിക്കാൻ പറ്റൂ എന്ന് പറയുന്നത് തെറ്റാടാ. അതല്ലടാ, അതല്ലടാ. അതുകൊണ്ട് മോനെ, മറ്റുള്ളവന്റെ കയ്യിലിരിക്കുന്നത് ആഗ്രഹിക്കരുത്. അത് നിനക്കൊരിക്കലും കിട്ടൂല. അത് ദാരിദ്ര്യം കൊണ്ടുവരുന്ന കാര്യമാണ്. അതുപോലെ അത്യാഗ്രഹം പാടില്ല, അത്യാഗ്രഹം പാടില്ല. അത്യാഗ്രഹമില്ലെങ്കിൽ നീ സമ്പന്നനാകും മോനെ. അവിടുന്ന് സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങൾ മകന് കൊടുത്ത ഉപദേശമോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നീ ഒരു നീതിമാനാകൂ, നീ ഒരു നീതിമാനാകൂ. മാതൃകയുള്ള ഒരു വാപ്പയാകൂ. നിന്റെ വീടിന്റെ അകത്ത് മാതൃകയുള്ള ഒരു വാപ്പയാകൂ. അല്ലാഹുവേ, നീതിമാനായ ആൾക്കാരില്ലാതെ വരുമ്പോ, മാതൃകപരമായ ആൾക്കാരില്ലാതെ വരുമ്പോ ഒരു നാട്ടിലെ ദുരന്തമുണ്ടാകുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ രണ്ടാമത്തെ വിഭാഗമാരാ? ഒന്നുകൂടെ പറഞ്ഞു ദുആ ചെയ്ത് പിരിയാ, ഒന്നുകൂടെ പറഞ്ഞു ദുആ ചെയ്ത് പിരിയാ. അല്ലാഹുവേ, പഠിക്കാനുള്ള ഈമാൻ നൽകണേ അല്ലാ, പാഠം ഉൾക്കൊള്ളാനുള്ള ഈമാൻ നൽകണേ അല്ലാ. രണ്ടാമത്തെ കാര്യം, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഒരു 15 മിനിറ്റും കൂടി ഇരിക്കോ? ഒരു 15 മിനിറ്റും കൂടി ഇരിക്കോ? കേൾക്കാൻ താല്പര്യമുള്ളവർ കൈപൊക്കോ, ഇല്ലെങ്കിൽ നിർത്താം. ആ, നിങ്ങളാ പൈസ ചോദിക്കുമ്പോഴും ഇതുപോലെ പൊക്കി സഹായിച്ചോണം കേട്ടോ. അത്രേ ഉള്ളൂ. എനിക്ക് ലക്ഷങ്ങളൊന്നും വേണ്ട, ലക്ഷങ്ങളും 10,000ങ്ങളും 50,000 25,000 ഒന്നും വേണ്ട. തുച്ഛമായത് മതി. തുച്ഛമായ പൈസയെ ഞാൻ ചോദിക്കൂ. നിങ്ങൾ പാവങ്ങളാ, അതിനേക്കാളും പാവപ്പെട്ടവനെ ഞാനും. അള്ളാഹു നമ്മളെയൊക്കെ സമ്പന്നന്മാരാക്കുമാറാകട്ടെ. പറ, ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാരാ? അറിയോ? അറിയോ? ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാരാ? എന്നോട് ചോദിച്ചാൽ ഞാൻ പറയാം. പറയട്ടെ? ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാരാ? പഠിച്ചോ? സിറാജുദ്ദീൻ കാസിമി പത്തനാപുരവ. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. ആമീൻ പറ. ആരാ? ഞാനാ. നിങ്ങൾ സ്കൂളിലൊക്കെ ചോദിക്കുമ്പോൾ എഴുതി വെക്കണം കേട്ടോ. ഇത് പുസ്തകത്തിലൊന്നും കാണൂല. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ ആരാന്ന് വെച്ചാൽ ഞാനാ. കാരണം എന്തേ? അള്ളാഹു തന്നത് കൊണ്ട് തൃപ്തിപ്പെടുന്നവനാ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ. അള്ളാഹു ആ നിലയിൽ നമ്മളെ സമ്പന്നന്മാരാക്കുമാറാകട്ടെ. എനിക്ക് വല്ലവന്റെ കൊട്ടാരം കാണുമ്പോൾ അതുപോലെ ഒന്ന് പണിയണമെന്ന് തോന്നാറില്ല. അവന് കൊടുത്തത് ഇവരെ കണ്ടിട്ട് ആർത്തി ഇത്തിരി കുറവാ. അള്ളാഹു അത് നിലനിർത്തി തരുമാറാകട്ടെ. എന്റെ തോന്നിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. എടാ, ഒരുത്തം ബെൻസുകാരി പോണ കാണുമ്പോ ഞാനിങ്ങനെ ആകിയതുപോലെ കാര്യമുണ്ടോ? ഇല്ല. ഓനുള്ളത് ഓന്, എനിക്കുള്ളത് എനിക്ക്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഈ റോഡിന്റെ കുഴിയെടുക്കാൻ വരുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? ഈ പൈപ്പ് ഇടുമല്ലോ. അപ്പൊ എന്താ
റോഡിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ഈ പണ്ടൊക്കെ നമ്മുടെ ഈ ഫോണിന്റെ ഒക്കെ കുഴിയെടുക്കത്തില്ലേ, കേബിളിന്റെ കുഴിയൊക്കെ എടുക്കാൻ തമിഴ്നാട്ടിൽ നിന്നാണ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പം ബംഗാളികളാട്ടാ. ഭാര്യയും ഭർത്താവും കൂടെ. ആര്? ഭാര്യയും ഭർത്താവും കൂടെ. നിനക്കാണെങ്കിൽ ചൂലെടുക്കാൻ തന്നെ മടി. അവര് ഭാര്യയും ഭർത്താവും കൂടെ നട്ടുച്ചയ്ക്കൊക്കെ നിന്ന് കുഴിയെടുക്കും. ഇങ്ങനെ ഭർത്താവ് ഇങ്ങനെ കളച്ചു കൊടുക്കും. അവസാനം ഭാര്യ എന്നിട്ട് ഇങ്ങനെ, അല്ലെങ്കിൽ ഭർത്താവ് മണ്ണ് കോരി കൊടുക്കും. ഇങ്ങനെ ഭാര്യ മുകളിലേക്ക് ഇടും. വൈകുന്നേരമായി 350 രൂപ കിട്ടും ഭാര്യക്കും ഭർത്താവും കൂടെ, രണ്ടുപേരും കൂടെ. ഒരാൾക്ക് 350, ഒരാൾക്ക് 300. അൽഹംദുലില്ലാഹ് രണ്ടുപേരും കൂടെ അത് വാങ്ങിച്ചിട്ട് ഒന്ന് കുളിച്ചൊരുങ്ങിയിട്ട് ഇവിടെയുള്ള ഏതെങ്കിലും ഒരു തട്ടുകടയിൽ പോയിരിക്കും. അവര് പിന്നെ മന്തി ഒന്നും തിന്നാൻ പോയില്ല. അവരങ്ങോട്ട് പോയിരുന്നിട്ട് നല്ല ചൂട് ദോശ, നല്ല ഓംപ്ലേറ്റും പുളിസയൊക്കെ ഇങ്ങോട്ട് വാരി ഇങ്ങോട്ട് വാങ്ങിച്ചിങ്ങോട്ട് കഴിച്ചിട്ടൊരു ചായയും കുടിക്കും. രണ്ടുപേരും കൂടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചോണ്ട് ഇങ്ങോട്ട് വന്നിട്ട് കടത്തെണ്ണയിൽ കയറും. അൽഹംദുലില്ലാഹ് കെട്ടി പിടിച്ചിട്ട് ഇങ്ങോട്ട് കടക്കും. ആമിന, കറണ്ട് ബില്ല് അടക്കണ്ട, വാടക കൊടുക്കണ്ട, ടാക്സ് അടക്കണ്ട, എന്നാ സുഖമെന്നറിയോ. അവര് രണ്ടുപേരും കൂടെ കെട്ടി പിടിച്ചിട്ട് അങ്ങോട്ട് കിടന്നുറങ്ങും. ലോകത്ത് ആരോടെങ്കിലും അവർക്ക് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. അതാ ജീവിതം. ആ ജീവിതമാ സന്തോഷം. നീയോ 2 നിലയുള്ള വീട്, ഇന്ന് വരെ കേറിയിട്ടില്ല മുകളിലത്തെ റൂമിന്റെ അകത്ത്. അങ്ങനത്തെ റൂമാ. ഇന്ന് വരെ നീ കിടന്നിട്ടുണ്ടോ? നിന്റെ വീട്ടിലെ എല്ലാ റൂമിന്റെ അകത്ത് നിങ്ങൾ ആരെങ്കിലും കിടന്നിട്ടുണ്ടോ? ഇല്ല. എല്ലാ റൂമും ഇട്ടേക്ക. ഓ പടച്ചോനെ, അല്ലാഹു അല, ആരെങ്കിലും മരണം, ആരെങ്കിലും മരിക്കണം, അല്ലെങ്കിൽ കല്യാണം വല്ലോ മരണം, വീട് നിറയണമെങ്കിൽ അത്രയ്ക്കും വലിയ വീട്. ഓ കളർ ലൈറ്റുകൾ, എന്തെല്ലാം മനോഹരം. വല്ലോ ഉണ്ടോ? തിന്നാൻ നിറയുന്നുണ്ടോ വയറ്? കെട്ടിയവൻ കൂടെ കിടക്കുന്നുണ്ട്, സന്തോഷം കിട്ടുന്നുണ്ടോ? 3-4 എണ്ണത്തിനെ പെറ്റിട്ടിട്ടുണ്ട്, എന്തെങ്കിലും ഒരു സന്തോഷം ഉണ്ടോ? അവസ്ഥ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്തുകൊണ്ട്? ആർത്തി കൂടിയതുകൊണ്ടാ, വേറൊന്നുമല്ല. ആർത്തി കൂടിയത് കൊണ്ട് അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഒരെണ്ണം കൂടെ പറഞ്ഞിട്ട് പിരിയാം. 2 വആലിമുൻ അലാ സബീലിൽ ഹുദാ. ലോകത്തെ ദുരന്തങ്ങൾ ഉണ്ടാകാനുള്ള രണ്ടാമത്തെ കാരണം സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ആലിമീങ്ങൾ ഇല്ലാതെ വരുമ്പോഴാണ്. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. രണ്ടാമത്തെ കാര്യം എന്താണ്? സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ആലിമീങ്ങൾ ഇല്ലാതെ വരുമ്പോൾ അല്ലാഹുവേ, നമ്മളിൽ പലർക്കും ആലിമീങ്ങളുടെ മഹത്വമറിയില്ല, അവരുടെ സ്ഥാനമറിയില്ല. പക്ഷേ പണ്ടുള്ളവർക്കറിയാമായിരുന്നു. പണ്ടുള്ള കാരണവന്മാര് പടച്ചവനെ വാസിയാണ്. ഒരു കുടുംബത്തിൽ ഒരു ഹാഫിദ്, ഒരു കുടുംബത്തിൽ ഒരു ആലിമ്, പഴയ പ്രായമുള്ളവർ അവർക്ക് നിർബന്ധമായിരുന്നു. പക്ഷേ ഇന്ന് ഡോക്ടറാണ്, എഞ്ചിനീയറാണ്, MA കാരനാണ്, ടീച്ചറാണ്. അല്ലാഹുവേ, ഇന്നതാണ് ആഗ്രഹം. പക്ഷേ പണ്ടുള്ളവരങ്ങനെയല്ല. ഏത് കുടുംബം എടുത്താലും ഒരു ആലിമുണ്ടായിരുന്നു. എന്റെ പ്രിയമുള്ളവരെ, ആലിമീങ്ങളാരാ? ആലിമീങ്ങളാരാ? അൽഉലമാഉ വറസത്തുൽ അംബിയാ. അംബിയാക്കന്മാരുടെ അനന്തര അവകാശികളാണ് ആലിമീങ്ങള്. ഇന്നമാ യഖ്ശല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമാ. അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഒരു വിഭാഗമാണ് ആലിമീങ്ങള്. എന്റെ പ്രിയമുള്ളവരെ, ആലിമിന്റെ മഹത്വം നമുക്കറിയില്ലെങ്കിലും പള്ളിപ്പറമ്പിൽ കിടക്കുന്നവർക്കറിയാം. അനസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഖബറാളികൾ ആഗ്രഹിക്കുമെന്നാണ് റബ്ബേ, ഒരാലിമ് വന്നിരുന്നെങ്കിലോ, ഒരാലിമ് കേറിയിരുന്നെങ്കിലോ, ഒരാലിമ് പള്ളിപ്പറമ്പിലൂടെ നടക്കാ, ഖബറാളികൾ കുതിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, ആലിമീങ്ങളുടെ മരണം ലോകത്തിന്റെ അവസാനത്തിന്റെ അടയാളമാ. ലോക അവസാനത്തിന്റെ അടയാളമാണ്. ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നുണ്ട്, സയ്യിദ് റളിയല്ലാഹു തആല അൻഹു കാതിബുൽ വഹി എന്ന് പറയുന്ന സയ്യിദ് തങ്ങളുടെ ഖബറിന്റെ ചാരത്ത് വെച്ചിട്ട് ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു, ലോകത്തിന്റെ അവസാനമാണ് ആലിമീങ്ങളുടെ മരണമെന്ന് പറയുമ്പോ എത്ര പേരാ പോയത്? ഒന്നിന് പുറകെ ഒന്നായി റബ്ബേ 10-12 എണ്ണം ഒരുമിച്ചങ്ങ് പോയപ്പോ അല്ലാഹുവേ, നമ്മുടെ നേതൃത്വമായി നിന്ന 10, 12, 13, 12 ആലിമീങ്ങളാണ് 90ാമത് വാർഷികത്തിന് ശേഷം ഇങ്ങനെ ഒന്നായി പോയത്. ഇത് ലോകത്തിന്റെ അവസാനത്തിന്റെ അടയാളമോ, ലോകം നശിക്കാൻ പോകുന്നതിന്റെ അടയാളമോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ആലിമാരാണെന്ന് പഠിക്കണം, അവരുടെ മഹത്വം എന്താണെന്ന് പഠിക്കണം. ഒരൊറ്റ ചരിത്രം പറയാ, ആലിമിന്റെ മഹത്വമല്ല, ആലിമിന്റെ മഹത്വമല്ല, ആലിമിനെ സ്നേഹിച്ച ഒരു മനുഷ്യൻ അല്ലാഹു കൊടുത്ത
പ്രതിഫലം പറയാ. മഹാനായ സൈനി തആല റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ ഒരു ചരിത്രം പറയുകയാണ്. അല്ലാഹുവേ, ഒരു നാട്ടിൽ മഴയില്ല, ജനങ്ങൾ വെള്ളമില്ലാതെ വല്ലാത്ത പ്രയാസത്തിലാണ്. അങ്ങനെ നാട്ടുകാർ മുഴുവനും ഒരു ഗ്രൗണ്ടിൽ ഒരുമിച്ച് കൂടി എല്ലാവരും ഒരുമിച്ച് ദുആ ചെയ്യുന്നു. റബ്ബേ, മഴതാ അല്ലാഹ്, മഴതാ അല്ലാഹ്. എല്ലാവരും അല്ലാഹുവിനോട് ദുആ ചെയ്തു. മഴ പെയ്യുന്നില്ല. ഒരു നാട് മുഴുവനും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി ദുആ ചെയ്തിട്ടും മഴ കിട്ടുന്നില്ല. എല്ലാവരും വല്ലാത്ത പ്രയാസത്തിലാണ്, എല്ലാവരും വല്ലാത്ത ദുഃഖത്തിലാണ്. ആ സമയമുണ്ടല്ലോ, ഒരു പ്രായമുള്ള മനുഷ്യൻ നടന്നു വരികയാ, ഒരു സാധാരണ മനുഷ്യൻ നടന്നു വരികയാണ്. ജനങ്ങളുടെ മുഖത്തെ പ്രയാസം കണ്ടപ്പോ അവിടെന്ന് ചോദിച്ചു, എന്തേ നിങ്ങൾക്ക് വല്ലാത്ത ദുഃഖത്തിലാണല്ലോ, എന്തേ പ്രയാസത്തിന്റെ കാരണമെന്തോ? അവിടെന്ന് പറഞ്ഞു, ഞങ്ങൾ മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്തിട്ട് മഴ കിട്ടിയില്ലോ, വല്ലാത്ത പ്രയാസത്തിലാണ്. ആ മനുഷ്യൻ ചോദിച്ചു, ഞാനൊന്ന് ദുആ ചെയ്യട്ടെ, ഞാനൊന്ന് ദുആ ചെയ്യട്ടെ? ജനങ്ങൾ പറഞ്ഞു, ദുആ ചെയ്യാ. അല്ലാഹുവേ, 2 റക്അത്ത് നമസ്കരിക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് നമസ്കാരം കഴിഞ്ഞിട്ടു അവിടുന്ന് 2 കൈയും അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ഉയർത്തിയിട്ടു അവിടുന്ന് ദുആ ചെയ്തു. അല്ലാഹുമ്മ അല്ലാഹുമ്മ ബിഹഖി മാ ഫീ റഅസി, എന്റെ കണ്ണിന്റെ ബർക്കത്ത് കൊണ്ട് ഇവർക്ക് നീ മഴ കൊടുക്കണേ അല്ലാ, ഇവർക്ക് നീ മഴ കൊടുക്കണേ അല്ലാ. അവിടുന്ന് ദുആ ചെയ്തു കഴിയുമ്പോ ആകാശത്തു നിന്ന് മഴത്തുള്ളികൾ ഭൂമിയുടെ മടിത്തട്ടിലേക്ക് പെയ്തിറങ്ങുകയാണ്. അവിടുന്ന് മഴയങ്ങ് പെയ്യുകയാണ്. ഒറ്റ മനുഷ്യൻ ദുആ ചെയ്തപ്പോ എല്ലാവർക്കും അത്ഭുതമായി. തങ്ങൾ പറയുകയാണ്, അവര് ചോദിച്ചു, എങ്ങനെയാ നിങ്ങളുടെ കണ്ണിന്റെ മഹത്വം എന്താണ്, നിങ്ങളുടെ കണ്ണിന്റെ മഹത്വം എന്താണ്? ആ സമയത്ത് പറയുകയാ, ആ മഹാനിന്റെ കണ്ണിന്റെ ബർക്കത്തെന്നറിയുമോ? അദാനി ഐനാനി റഅതാബു യസീദൽ ബിസ്താമി. ഈ കണ്ണേതെന്നറിയോ? ഈ കണ്ണേതെന്നറിയോ? താബീങ്ങളിൽപ്പെട്ട ഒരു പണ്ഡിതനെ കണ്ട കണ്ണാ. അബൂ യസീദ് അൽ ബിസ്താമി എന്ന് പറയുന്ന ലോകമറിയുന്ന ഒരു പണ്ഡിതനെ കണ്ട കണ്ണാണ് ഈ കണ്ണ്. ഈ കണ്ണുകൊണ്ട് റബ്ബേ എനിക്കെന്തെങ്കിലും വേണമെന്ന് ചോദിച്ചാ എനിക്ക് അല്ലാഹു തരുമെന്ന് പറയുമ്പോ, ഒരു ആലിമിനെ കണ്ട കണ്ണിന്റെ മഹത്വം ഇതാണെങ്കിൽ ആലിമിന്റെ സ്ഥാനം പഠിക്കൂ, ആലിമിന്റെ മഹത്വം പഠിക്കൂ. അതുകൊണ്ടല്ലേ മുത്തുനബി പറഞ്ഞത്, 5 കാര്യങ്ങളിൽ നോക്കുന്നത് ഇബാദത്താ, 5 കാര്യങ്ങളിൽ നോക്കുന്നത് ഇബാദത്താ. കണ്ണിന്റെ കാഴ്ച കുറയൂല, കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടൂല. 5 കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം എന്തെന്നറിയോ? അത് അല്ലാഹുവിന്റെ കഅബാലയം നോക്കലാ, അത് കഅബാലയത്തിൽ നോക്കിയിരിക്കലാ. 2, 9 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ച നിന്റെ പ്രിയപ്പെട്ട പെറ്റുമ്മയുണ്ടല്ലോ, ആ ഉമ്മാടെ മുഖത്ത് നോക്കലാ, ആ ഉമ്മാടെ മുഖത്ത് നോക്കലാ. 3 അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനുണ്ടല്ലോ, ആ ഖുർആൻ ഓതാൻ അറിയില്ലെങ്കിലും നോക്കിക്കൊണ്ടിരുന്നു. അത് ഇബാദത്തിന്റെ കൂലി കിട്ടുന്ന കാര്യമാ. മറ്റൊരു ഹദീസിൽ കാണാ 2 കാര്യം കൂടെ പറയുന്നുണ്ട്. സംസം വെള്ളത്തിൽ നോക്കല്. ഒന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിൽ നോക്കിയിരിക്കൽ ഇബാദത്തിന്റെ കൂലി. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു പോയി നോക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. 2 ഖുർആനിൽ നോക്കുന്നത് ഇബാദത്തിന്റെ കൂലി. 3 ഉമ്മാടെ മുഖത്ത് നോക്കുന്നത് ഇബാദത്തിന്റെ കൂലി. അള്ളാഹു നമ്മുടെ ഉമ്മമാർ ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. മരണപ്പെട്ടവരുടെ ഖബറിടം അള്ളാഹു വിശാലമാക്കുമാറാകട്ടെ. ആരുടെ മുഖത്ത് നോക്കണം? ആരുടെ മുഖത്ത് നോക്കണം? നോക്കുന്നുണ്ടോ? നോക്കുന്നുണ്ട് ഉസ്താദേ. ഇനി ആ കളവിയെ നോക്കാത്തതിന്റെ കുഴപ്പം കൂടെ ഉള്ളൂ. എല്ലാം കഴിഞ്ഞു. മുടിയെല്ലാം നരച്ച് തൊലിയെല്ലാം ചുളുങ്ങിയിരിക്കുന്ന ഉമ്മ ഇന്ന് കാമുകം ഫോൺ വിളിക്കുമ്പോ കാമുകി പറയുന്നത്, കിളവനും കിളവിയും ഉറങ്ങിയിട്ടില്ലടാ, കുറച്ചുകൂടെ കഴിഞ്ഞ് വിളിക്കാം. ആരാ? തന്തയും തള്ളായി, അപ്പായി ഉമ്മായി. ഇതാ കാലം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഉമ്മാനെ സ്നേഹിക്കണം. ഉമ്മായിക്ക് ഇടയ്ക്കിടയ്ക്ക് ഉമ്മ കൊടുക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉമ്മായിക്ക് ഉമ്മ കൊടുക്കാറുണ്ടോ? കൊടുക്കാറുണ്ടോ? ഉമ്മായിക്ക് എവിടെ ഉമ്മ കൊടുക്കണ്ടേ?
കവളില. ഉമ്മായ്ക്ക് ഉമ്മ കൊടുക്കേണ്ടത് നെറ്റിത്തടത്തില. കവളി കൊടുക്കണ്ടെന്നല്ല, ഉമ്മാടെ നെറ്റിത്തടത്തിൽ ഉമ്മ കൊടുക്കുന്നതിന് പ്രത്യേകം ഒരു പ്രതിഫലമുണ്ട്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഉമ്മാടെ 2 കണ്ണുകൾക്കിടയിൽ നെറ്റിത്തടത്തിൽ ഉമ്മ കൊടുത്താൽ ആ മനുഷ്യനൊരു പ്രതിഫലം കിട്ടും. ആ പ്രതിഫലം അറിഞ്ഞിരുന്നെങ്കിൽ പെണ്ണുമ്പിള്ളെ ഉമ്മോക്കാൻ നിൽക്കില്ല, മക്കളെ ഉമ്മോക്കാൻ നിൽക്കില്ല, ഉമ്മാടെ അടുത്ത് തന്നെ പോയി നിൽക്കും. അള്ളാഹു നമ്മുടെ ഉമ്മമാരെ സ്നേഹിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഉമ്മാടെ നെറ്റിത്തടത്തിൽ ഉമ്മ വെച്ചാൽ കിട്ടുന്ന പ്രതിഫലം പറഞ്ഞു തരട്ടെ. വേണോ? കൈവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഇരിക്കും, പറഞ്ഞുതരാം. അവസാനം നിർത്താം, 10 മിനിറ്റും കൂടെ ഉള്ളു. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 3 സംസം വെള്ളം, 4 സംസം വെള്ളത്തിൽ നോക്കിയിട്ട് കുടിക്ക്. 5 ആലിമീങ്ങളുടെ മുഖത്ത് നോക്ക്. ഇബാദത്തിന്റെ കൂലിയ, അതാ ആലിമീങ്ങൾ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാനിതെല്ലാം പറഞ്ഞു ആലിമിന്റെ മഹത്വം ഇതാ. പക്ഷെ ഭൂമിയിൽ ദുരന്തമുണ്ടാകാനുള്ള 2ാമത്തെ കാരണം വആലിമുൻ അലാ സബീലിൽ ഹുദ, ജനങ്ങളെ നേർമാർഗത്തിലേക്ക് നയിക്കുന്ന ആലിമീങ്ങൾ ഇല്ലാതെ വരുമ്പോഴാണ്. ഇന്ന് ആലിമീങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ എല്ലാവരെയും ഞാൻ ആക്ഷേപിക്കുന്നില്ല. ആലിമീങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ആലിമിന് ഉള്ളത് പറയാൻ പേടിയാ. പള്ളി ജോലി പോകും, അത്ര തന്നെ. പള്ളിയിൽ ജോലി ചെയ്യുന്ന ഖതീബ് ഉസ്താദിന് ഉള്ളത് പറയാൻ പേടിയാ. കാരണം പറഞ്ഞാ പെട്ടി പറക്കി വെച്ചോ. വെള്ളിയാഴ്ച ജുമയ്ക്ക് പോകുന്നതിന് മുമ്പ് സർവ്വതും പറക്കി വെച്ചിട്ട് വേണം ജുമയ്ക്ക് പ്രസംഗിക്കാൻ കയറാൻ. അവിടെ കയറിയിട്ട് അല്ലാഹുവേ, സെക്രട്ടറി അങ്ങനത്തവന, പ്രസിഡന്റ് അങ്ങനത്തവന, അവൻ പലിശ കച്ചവടക്കാരന, ഇതെങ്ങാണം പറഞ്ഞ തീർന്നു, അസ്സലാമു അലൈക്കും, പൊക്കോളാൻ പറയും. ജോലി നഷ്ടപ്പെടുമെന്ന് പേടിച്ചിട്ട് പലരും ഒന്നും പറയാറില്ല. ഏകദേശം അങ്ങനെ എല്ലാം കണക്ക് തന്നെ, എല്ലാരും അങ്ങനൊക്കെ തന്നെ. ഉള്ളത് പറയാൻ പലർക്കും പേടിയാ. എന്റെ പ്രിയമുള്ളവരെ, ഉസ്താദന്മാർക്ക് എന്തിനാ പേടിക്കണേ? ജോലി പോയാ പോകട്ടെ. നിന്റെ കുടുംബം ഒരിക്കലും പട്ടിണിയാകില്ലല്ലോ. നിനക്ക് ഭക്ഷണം തരുന്നത് അള്ളയല്ലേ? ഉസ്താദന്മാർക്ക് ഭക്ഷണം കൊടുക്കുന്നത് ആരാ? അള്ളയാ പറഞ്ഞേ, അവർക്ക് ഞാൻ മരിക്കണ കാലം വരെ ഭക്ഷണം കൊടുക്കും. അതാ ഉസ്താദന്മാർക്ക് ഓരോ വീട്ടിൽ നിന്ന് നല്ല നെയ്ച്ചോറ്, ബിരിയാണി, പൊരിച്ച കോഴി ഇതൊക്കെ പോകുമ്പോ കണ്ടു തള്ളിയിട്ട് കാര്യമൊന്നുമില്ല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഉസ്താദന്മാരുടെ ഫുഡ് ഏതാ? ഓരോ വീട്ടിലെ താത്താമാര് ഇന്ന് ഉസ്താദിനാ ഫുഡ്, നാടൻ കോഴി മതി, അർത്ഥം കിട്ട. അൽഹംദുലില്ലാ. എന്ത് ഫുഡ്! ചിലവന്മാർക്കൊക്കെ കുത്തലിളകുമ്പോ പറയാറുണ്ട്, അമ്മമാർക്ക് അങ്ങനെ, അമ്മമാർക്ക് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല, ചങ്ങാതി. മരിക്കണ കാലം വരെ ഞങ്ങൾക്ക് നല്ലത് അള്ളാഹു തരത്തുള്ളെന്ന് പണ്ടേ അള്ളാഹ് തീരുമാനിച്ച കാര്യമല്ലേ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഉസ്താദന്മാരോട് പറയുന്നത്, ഉസ്താദന്മാരെ, നിങ്ങൾ അള്ളാഹുവിനെ ഭയക്കാവൂ, നാട്ടുകാരെ ഭയക്കരുത്. ജോലി പോയാ പോട്ടെ, അടുത്ത അള്ളാഹ് തരും. ഉള്ളതവന്റെ മുന്നിലാണെങ്കിലും തുറന്നു പറയുന്ന ആലിമീങ്ങൾ ഉണ്ടാകണം. അങ്ങനെ ഇല്ലാതെ വരുമ്പോഴേ ഇതൊക്കെ ഉണ്ടാകണം. എന്റെ പ്രിയ, അതൊക്കെ ചില ഉസ്താദന്മാര്, ഒക്കെ തങ്ങന്മാരൊക്കെ, ജിബ്രീ തങ്ങളൊക്കെ പേടിയാട്ടാ. ഇതിലൊക്കെ ഒരു പറച്ചിലെന്ന് പറഞ്ഞാൽ 1-2 പറച്ചില. ചിലതൊക്കെ അങ്ങനെ. അള്ളാഹു അവർക്ക് ആഫിയത്തും ദീർഘായുസും കൊടുക്കുമാറാകട്ടെ, അള്ളാഹു ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഉള്ളത് പറ. ഒരിക്കലും നാട്ടുകാരെ ഭയക്കരുത്, അള്ളാനെ ഭയക്ക്. നാട്ടുകാരെ ഭയന്ന അള്ളാഹ് വിട്ടേക്കും. അതാ ഉസ്താദന്മാർക്ക് വരുന്ന ഏറ്റവും വലിയൊരു പോരായ്മ, നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഉള്ളത് പറഞ്ഞാൽ ജോലി പോകുമെന്ന് പേടിച്ചിട്ട് പറയാതിരുന്ന അവസാനം നാണം കെട്ടു പോകേണ്ടി വരും. ഉള്ളത് പറഞ്ഞ ഇസ്സത്ത് എപ്പോഴും നിലനിൽക്കും. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. പണ്ടുള്ള ഉസ്താദന്മാരൊക്കെ വഅദ് പറയുമ്പോൾ കേട്ടിട്ടുണ്ട്. പണ്ടത്തെ വഅദെന്ന് പറഞ്ഞാൽ മഹാന്മാരൊക്കെ വഅദ് പറഞ്ഞു കഴിയുമ്പോ മയ്യത്തുകൾ കൊണ്ടുപോകുന്ന സദസ്സിൽ വഅദ് കേൾക്കാമെന്ന പെണ്ണുങ്ങളുടെ നടുവിൽ നിന്ന് ജനാസകൾ എടുത്തുകൊണ്ടുപോകും. ആണുങ്ങളുടെ ഭാഗത്ത് നിന്നും മയ്യത്തുങ്ങൾ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നു. പണ്ടത്തെ ആലിമീങ്ങൾ പ്രസംഗിച്ച. അല്ലാഹുവേ, ഇന്ന് ഏത് ഉസ്താദിന്റെ പ്രസംഗം നടക്കുമ്പോഴാ വഅദിന്റെ സദസ്സിൽ നിന്ന് മയ്യത്ത് കൊണ്ടുപോണേ? തല പോലും കറങ്ങാറില്ലല്ലോ. വഅദ് കേട്ടിട്ട് തലയെങ്കിലും ഒന്ന് കറങ്ങിയിരുന്നെങ്കിൽ, കണ്ണീന്ന് ഒരു തുള്ളി കണ്ണീരെങ്കിലും താഴെ വീണിരുന്നെങ്കിൽ എന്താപ്പ ഇല്ലേ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നിങ്ങളൊക്കെ എന്റെ മുഖത്ത് നോക്കിയതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായിട്ടാ. ചിലരൊക്കെ എന്നെ നോക്കിയിട്ടൊരു ചിരിയുണ്ട്. ആ ചിരിയുടെ അർത്ഥം എനിക്ക് മനസ്സിലായി. ഉസ്താദെ, നിങ്ങൾ ഈ 2 മണിക്കൂർ വഅദ് പറഞ്ഞിട്ടും എന്റെ മനസ്സിലൊരു മാറ്റവും വന്നില്ലല്ലോ. അത് നിന്റെ തെറ്റിദ്ധാരണയാണ്. ഞാൻ വഅദ് പറഞ്ഞത് നിങ്ങളെ നന്നാക്കാനല്ല, എനിക്ക് നന്നാകാൻ വേണ്ടിയാ. അത്രേ ഉള്ളൂ. നിങ്ങളാരെയും നന്നാക്കാനല്ല ഞാൻ വഅദ് പറഞ്ഞത്, എനിക്ക് നന്നാകാൻ വേണ്ടിയാ. അള്ളാഹു എന്നെ ഒന്ന് നന്നാക്കി തരുമാറാകട്ടെ. പിശുക്കന്മാര് രാമീൻ പറ. അള്ളാഹു എന്നെ ഒന്ന് നന്നാക്കി തരുമാറാകട്ടെ. അള്ളാഹു എന്റെ ഹൃദയം അള്ളാഹു എളുപ്പിക്കുമാറാകട്ടെ.
എനിക്ക് നന്നാകാനാണ് ഞാൻ വഅദ് പറയുന്നത്. എന്നെങ്കിലും ഒരിക്കൽ ഞാനും നന്നാകും. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഹിദായത്തിൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പറയുന്നതിൽ ഏതെങ്കിലും നല്ലതുണ്ടെങ്കിൽ കൂടെ കൂടിക്കോ, നമുക്ക് എല്ലാവർക്കും കൂടെ സ്വർഗ്ഗത്തിൽ പോയി പൊളിക്കാം. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഞാൻ നിർത്തുകയാ, എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ നിർത്തുകയാ. അല്ലാഹുവിൻ്റെ ഇൽമു പഠിപ്പിക്കുന്ന ആലിമീങ്ങളുടെ മഹത്വമാ പറഞ്ഞു. അപ്പൊ ഈ മുത്തഅല്ലിമീങ്ങൾ, അല്ലാഹുവേ ബഹുമാന്യനായ ഉസ്താദ് 10-20 കൊല്ലമായ ഉസ്താദ്, എത്ര കൊല്ലമായി? 15 വർഷമായി. അൽഹംദുലില്ലാഹ്. അല്ലാഹു അദ്ദേഹത്തിന്റെ ഖിദ്മത്ത് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ആ മക്കൾ വളരെ സന്തോഷം. ആ ചെറിയ സൗകര്യത്തിൽ പള്ളി കമ്മിറ്റി ഉസ്താദ് ഉസ്താദിന്റെ റൂമിൽ ഒരു AC ഒക്കെ വെച്ച് കൊടുക്കണം കേട്ടോ കമ്മിറ്റിക്കാര്. പാവം, ഞാൻ പോയി 10-15 കൊല്ലം കൊണ്ടിരിക്കണതല്ലേ. ഇൻഷാ അല്ലാഹ് ഉസ്താദിന്റെ റൂമിൽ ഒരു AC വെച്ച് കൊടുക്കണം. അൽ ഉലമാ വറസത്തുൽ അംബിയ, ആലിമീങ്ങൾ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാണ്. ഇത്രയും കുട്ടികളുമായിട്ട് ആ പള്ളിയിൽ ഇങ്ങനെ കഴിയുന്നതല്ലേ. നിങ്ങൾ കൊടുക്കുന്നില്ല എന്നല്ല, അൽഹംദുലില്ലാഹ്. ആരെങ്കിലും ജമാഅത്ത് കമ്മിറ്റി കൊടുക്കണമെന്ന് പറയണില്ല, ആരെങ്കിലും നല്ല മനസ്സുള്ള ഒരാൾ ഇൻഷാ അല്ലാഹ് വിചാരിച്ച വലിയ AC ഒന്നും വേണ്ടപ്പാ, 10-15,000 രൂപയല്ലേ ഉള്ളൂ, ചെറിയൊരു AC വാങ്ങിച്ച റൂമിൽ വെച്ചിട്ട് കൂളറെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് അൽഹംദുലില്ലാഹ് ഒരു ചെറിയ സീറ്റിട്ട ഒരു ചെറിയ ഒരു റൂം കണ്ടു. 10ാം ക്ലാസ് വരെ കുട്ടികൾ അതിനകത്താ. എല്ലാം കൂടെ അങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങിയ വല്ലതും കേൾക്കോ? ഇവിടെ പറയുന്നത് അവിടെയില്ല, അവിടെ പറയുന്നത് ഇവിടെയില്ല. ആ ചെറിയ ഒരു ഹാളിന്റെ അകത്തിരുന്നു കൊണ്ട് 10ാം ക്ലാസ് വരെയുള്ള മക്കൾ വല്ലാതെ ബുദ്ധിമുട്ടുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ഇവരുടെ മനസ്സിന്റെ ഉള്ളിൽ ആഗ്രഹം അവിടെ കൊട്ടാരം പണിയണമെന്നല്ല, 4 ഫില്ലർ വെച്ചിട്ട് റബ്ബേ അതൊരു ക്ലാസ് ആക്കണം. കുട്ടികൾക്കൊരു മതിലൊക്കെ വെച്ച് ഫില്ലറുകൾ വെച്ചിട്ട് അൽഹംദുലില്ലാഹ് 4 ഭാഗം ചുറ്റടി ബദാം അതിങ്ങനെ കട്ട വെച്ച് കെട്ടിയിട്ട് കല്ല് വെച്ച് കെട്ടിയിട്ട് അത് അടയ്ക്കണം. ആ മക്കൾക്ക് അവിടെ ഇരുന്ന് കൊണ്ട് അല്ലാഹുവിന്റെ ഖുർആൻ, അവിടെ നിന്ന് ഖുർആൻ പഠിക്കണം, ഹദീസുകൾ പഠിക്കണം, മാതാപിതാക്കളോടുള്ള കടമകൾ, സമൂഹത്തോടുള്ള കടമകൾ, ജനങ്ങളോടുള്ള കടമകൾ, താഴ്മയതാ, തന്റെ മൂത്തവരോട് എങ്ങനെ പെരുമാറണം, താഴെയുള്ളവരോട് എങ്ങനെ കരുണ കാണിക്കണം. എന്റെ പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരു മദ്രസ പണിയാരാ, അല്ലാതെ ആരുടെയെങ്കിലും മുന്നിൽ വലിയവനാകാനല്ല. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, നിങ്ങളെ കൊണ്ട് കഴിയുന്നത് നിങ്ങൾ കൊടുക്കൂ. അല്ലാഹു നിങ്ങൾക്ക് തന്നതിൽ നിന്ന് പടച്ചവരെ, നിങ്ങൾക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? ഇതിനേക്കാളും വലിയ ഒരു ജാരിയായ സദഖയുണ്ടോ? ഇതിനേക്കാളും വലിയ ഒരു ജാരിയായ സദഖയുണ്ടോ? എല്ലാ ദിവസവും രാവിലെ മദ്രസയിൽ പഠനം തുടങ്ങുമ്പോ വിദ്യാർത്ഥികൾ തുടങ്ങുന്നത് ഒരു ഫാത്തിഹ ഓതിയിട്ടാ. മക്കളെ, നീ നല്ലതുപോലെ കേൾക്കൂ, പാപ്പാ നീ നല്ലതുപോലെ കേൾക്കൂ. എല്ലാ മക്കളും പഠിക്കാൻ തുടങ്ങുന്നതൊരു ഫാത്തിഹ ഓതിയിട്ടാണ്. അല്ലാഹുവേ, പിരിയുന്ന സമയം 3 സ്വലാത്ത്, ഇത് എല്ലാ ദിവസവും നിന്റെ ഖബറിലെത്തുമല്ലോ. രാവിലെയും വൈകിട്ടും ഒരു ഫാത്തിഹ, 3 സ്വലാത്ത് മുടങ്ങാതെ മദ്രസയുള്ള കാലത്തോളം നിന്റെ ഖബറിലേക്ക് എത്തുന്ന ഒരു ജാരിയായ സദഖയല്ലേ ചെറുപ്പക്കാരാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് ഞാൻ ആരോടും പറഞ്ഞു വെച്ചിട്ടില്ല, നിങ്ങൾ ആരെങ്കിലും തരുമോ എന്ന് എനിക്കറിയില്ല. നിങ്ങളെ ഈമാനുള്ള ഉമ്മമാരെ, ഇതല്ലാഹു നിങ്ങൾക്ക് തരുന്നൊരവസരമാ, ഇതല്ലാഹു നിങ്ങൾക്ക് തരുന്നൊരവസരമാ. സ്വർഗം തിരഞ്ഞെടുക്കാൻ കിട്ടുന്ന ഒരു ചാൻസാ. സ്വർഗം വേണ്ടവർ കൈവക്കാൻ പറഞ്ഞപ്പോ ഉത്സാഹത്തോടുകൂടി കൈവക്കിയ വാപ്പാ, നിനക്കറിയാ വെറുതെ കിട്ടില്ലെന്ന്. അള്ളാന്റെ സ്വർഗം വെറുതെ കിട്ടില്ലെന്ന് നിനക്കറിയാ. സ്വർഗം കിട്ടാൻ നിന്റെ കയ്യിൽ അമലുമില്ലെന്ന് നിനക്കറിയാ. പിന്നെയും ആഗ്രഹമല്ലേ വാപ്പാ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ ഇൽമു പഠിപ്പിക്കുന്ന ഈ മദ്രസ പണിയുന്നതിന് വേണ്ടി നിനക്കൊരു ചാക്ക് സിമന്റ് വാങ്ങിക്കൊടുക്ക, ഒരു 40 രൂപയുടെ കല്ല് വാങ്ങിക്കൊടുക്ക. നിന്നെ കൊണ്ട് കഴിയോ? നിന്നെ കൊണ്ട് കഴിയോ? അല്ലാഹു തരുന്ന പ്രതിഫലമെന്താ? ഈ ലോകത്തു നിന്ന് യാത്ര പറയുന്നതിന് മുമ്പ് അല്ലാഹുവേ, അല്ലാഹുവേ, നിങ്ങൾക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം പറയാ. മരിക്കുന്നതിന് മുമ്പ് നിനക്ക് ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖാ. ആ
ആഗ്രഹമില്ലേ പെങ്ങളോ? കൈ കൊണ്ട് കോരി കുടിക്കണ്ടേ? അല്ലാഹുവേ, മിന കാണണ്ട്, അറഫ കാണണ്ട്, സഫയിലും മറുവയിലും പോകണ്ട്, മുസ്തലിഫയിൽ പോകണ്ട്. ഇതെല്ലാം നിനക്ക് അല്ലാഹു തരുന്ന ഒരവസരമാ. അതുകൊണ്ട് സദഖ നൽകിയ അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം ഹജ്ജ് ചെയ്യാറുള്ള തൗഫീഖാ. ഹജ്ജ് ചെയ്യാറുള്ള തൗഫീഖാ. നിയ്യത്ത് ചെയ്യ് ഉസ്താദേ, എനിക്കതിനുള്ള ഭാഗ്യം വേണം ഉസ്താദേ. എനിക്ക് അല്ലാഹുവിന്റെ അതിഥിയാകണം ഉസ്താദേ. എനിക്ക് കഅബാലയത്തിൽ ചെല്ലണം ഉസ്താദേ. എന്നെ കൊണ്ട് കഴിയുന്നത് ഞാൻ തരാ, എന്നെ കൊണ്ട് കഴിയുന്നത് ഞാൻ തരാ. രണ്ടാമത്തെ പ്രതിഫലമെന്തോ? ഈമാനുള്ള മരണമാ. ഈ ലോകത്തിൽ നിന്ന് യാത്ര പറയുമ്പോ ഒരു നല്ല മരണം വേണോ? സ്വർഗം കണ്ടിട്ട് മരിക്കണോ? നിന്റെ ഉമ്മ മരിച്ചു കിടന്നപ്പം ചിരിച്ചത് വെറുതെ ആയിരുന്നില്ല. ഉമ്മ സ്വർഗം കണ്ടിട്ട് ചിരിച്ചതാ പെങ്ങളേ. നിന്റെ സഹോദരാ, നിന്റെ വാപ്പാടെ ചുണ്ടിലെ പുഞ്ചിരി വെറുതെ ആയിരുന്നില്ല. അത് അല്ലാഹുവിന്റെ സ്വർഗം മലക്കുകൾ കാണിച്ചു കൊടുത്തപ്പോ സ്വർഗം ഇങ്ങനെ കാണിച്ചു കൊടുത്തപ്പോ ആ സ്വർഗം കണ്ടിട്ട് ചിരിച്ചതാ. അതുകൊണ്ട് പെങ്ങളെ വേണോ? സ്വർഗം വേണോ പെങ്ങളെ? ശരീരത്ത് കിടന്ന സ്വർണ്ണാഭരണം അല്ലാഹുവേ, സ്വർണ്ണമിടാത്ത ഒരു പെണ്ണ് പോലുമില്ല. അല്ലാഹുവേ, ഒറ്റ പെങ്ങളുമില്ലല്ലോ ഉസ്താദേ. ഇത് മരിച്ചാൽ കബറിലെത്തുന്ന ഒരു സദഖയാണല്ലോ. അല്ലാഹുവേ, എന്റെ മക്കൾ എന്നെ ദുആ ചെയ്തില്ലെങ്കിലും, എന്റെ മക്കൾ എന്നെ മറന്നുപോയാൽ എന്നും 3 ഫാത്തിഹയും 3 സലാത്തും മുടങ്ങാതെ വരുമല്ലോ. എനിക്കത് മതി ഉസ്താദേ, എനിക്കത് മതി ഉസ്താദേ. ഊരാൻ കഴിയുമോ ഉമ്മമാര്? തരാൻ കഴിയുമോ ഉമ്മമാര്? കൊടുക്കാൻ കഴിയുമോ വാപ്പാ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഒരു പാവപ്പെട്ട മനുഷ്യനെ കടന്നു വന്നു. നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി, ധരിച്ചിരിക്കുന്ന വസ്ത്രമല്ലാതെ മറ്റൊരു പുതപ്പ് പോലും എന്റെ കയ്യിലില്ല. എന്തെങ്കിലും താ നബിയേ, എന്തെങ്കിലും സഹായിക്കൂ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീവിയുടെ മുഖത്തേക്ക് നോക്കുമ്പോ ആയിഷ ബീവി തലയിങ്ങനെ താഴ്ത്തുകയാണ്. പടച്ചവരെ, കൊടുക്കാനൊന്നുമില്ല, സഹായിക്കാനൊന്നുമില്ല. മുത്തുനബിക്ക് കാര്യം മനസ്സിലായി. ആ മനുഷ്യനോട് റസൂലുള്ള പറഞ്ഞു, മനുഷ്യ, എന്റെ അബൂബക്കറിന്റെ വീട്ടിലേക്ക് പോ, എന്റെ അബൂബക്കറിന്റെ വീട്ടിലേക്ക് പോ. അബൂബക്കർ നിന്നെ വെറും കയ്യോടെ മടക്കാറില്ല. മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു വിടുമ്പോ ആ മനുഷ്യനതാ മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അബൂബക്കർ തങ്ങളുടെ വീട്ടിലേക്ക് കടന്നിരുന്നു. അവിടെ നിന്ന് സലാം പറഞ്ഞു. അബൂബക്കറെ, മുത്തുനബി പറഞ്ഞു വിട്ടതാണ്. കഴിച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി, ഒന്നും എന്റെ കയ്യിലില്ല അബൂബക്കർ. എനിക്കെന്തെങ്കിലും ഒന്ന് സഹായിക്കും അബൂബക്കർ. കഴിക്കാ ഭക്ഷണമുണ്ടെങ്കിൽ താ, അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണം താ, അല്ലെങ്കിൽ എന്തെങ്കിലും വസ്ത്രം താ. അബൂബക്കർ തങ്ങൾക്കറിയാ വീടിന്റെ അകത്തൊന്നുമില്ലെന്നു. എന്നിട്ടും വീട് മുഴുവനും തിരയുകയാണ്. വീട് മുഴുവനും തിരയുകയാണ്. കൊടുക്കാനൊന്നുമില്ല, കൊടുക്കാനൊന്നുമില്ല. അബൂബക്കർ തങ്ങൾ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങി. ആ മനുഷ്യനോട് ഒന്നുമില്ലെന്ന് പറയാൻ പോകുമ്പോ ആ മനുഷ്യൻ പറഞ്ഞു, അബൂബക്കറേ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്തെന്നറിയോ? എന്റെ അബൂബക്കർ വെറും കയ്യോടെ മടക്കില്ല എന്നാ. എന്തെങ്കിലും എനിക്ക് തന്നു വിടുമെന്ന് പറഞ്ഞിട്ടാ എന്നെ വിട്ടത്. അല്ലാഹുവേ, അബൂബക്കർ തങ്ങളുടെ കണ്ണങ്ങ് നിറയാൻ തുടങ്ങി. എന്തു കൊടുക്കും തമ്പുരാരെ? കൊടുക്കാൻ എന്റെ കയ്യിലൊന്നുമില്ല, കൊടുക്കാൻ എന്റെ കയ്യിലൊന്നുമില്ല. ഇട്ടിരിക്കുന്ന വസ്ത്രമല്ലാതെ അബൂബക്കർ തങ്ങളുടെ കയ്യിലൊന്നുമില്ല. എന്റെ പ്രിയമുള്ളവരെ, വീടിന്റെ അകത്ത് ഇരുന്നിട്ട് കരയുകയാ. കുറെ സമയം കഴിഞ്ഞു. കതകിന്റെ ഇടയിലൂടെ ഒരു വസ്ത്രമെടുത്ത് കയ്യിൽ കൊടുത്തു. ആ മനുഷ്യൻ നടന്നുപോയി. അല്ലാഹുവേ, പള്ളിയിൽ നിന്ന് അസറിന്റെ ബാങ്ക് പിടിച്ചു.
നമസ്കാരം കഴിഞ്ഞിട്ട് റസൂലുള്ള നോക്കുമ്പോ അബൂബക്കറിനെ കാണുന്നില്ല. അബൂബക്കർ തങ്ങളെ കാണുന്നില്ല. മുത്തുനബി ചോദിക്കുന്ന ഐന അബൂബക്കർ, അബൂബക്കർ എവിടെ? വന്നില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്റെ അബൂബക്കറിന് സുഖമില്ലേ? പോയി നോക്ക് സഹാബ, പോയി നോക്ക് സഹാബ. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിനെയാണ് പറഞ്ഞു വിട്ടത്. തൽഹ തങ്ങളെ കടന്നു ചെന്നു. അബൂബക്കർ തങ്ങളുടെ വീട്ടിൽ ചെന്നിട്ട് കരഞ്ഞുകൊണ്ടില്ല ഹദ്റത്തി റസൂലില്ലാഹ്, മുത്തുനബിയുടെ ചാരത്തേക്ക് കരഞ്ഞുകൊണ്ടോടി വരികയാ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്റെ അബൂബക്കറിന് എന്തു പറ്റി? എന്റെ അബൂബക്കറിന് രോഗമാണോ? യാ റസൂലല്ലാഹ്, ഒരു രോഗവുമില്ല നബിയേ, ഒരു രോഗവുമില്ല നബിയേ. അങ്ങ് പറഞ്ഞു വിട്ട പാവപ്പെട്ട മനുഷ്യന് കൊടുക്കാനൊന്നുമില്ലാതെ, വീട്ടിന്റെ മുന്നിൽ വന്നവനെ വെറും കൈയോടെ പറഞ്ഞു വിടാൻ കഴിയാതെ ഇട്ടിരുന്ന വസ്ത്രം ഊരി കൊടുത്തു നബിയേ. ശരീരത്ത് ധരിച്ചിരുന്ന വസ്ത്രം ഊരിക്കൊടുത്തിട്ട് ഇല്ലാതെ ഒന്നു വിടാനില്ലാതെ വീടിന്റെ അകത്തിരുന്ന് കരയുകയാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ വിളിക്കുന്നു, ആയിഷ എന്തെങ്കിലും എടുത്തു കൊടുക്ക ആയിഷ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ വീട് മുഴുവനും തെരഞ്ഞു. അവസാനം പടച്ചവനെ കീറിയ ഒരു പടയങ്കി കിട്ടി. അതാണ് വാപ്പയ്ക്ക് കൊടുത്തു വിട്ടത്. അവസാനം അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കീറിപ്പറിഞ്ഞ പടയങ്കിയും ധരിച്ചുകൊണ്ട് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നടന്നു വരുമ്പോ മലക്കുകൾ കരഞ്ഞു, ചെറുപ്പക്കാരാ. മണൽത്തരികൾ കരഞ്ഞു പോയി, ചെറുപ്പക്കാരാ. മോനെ, അബൂബക്കർ തങ്ങളെ കിടക്കുന്ന സ്വർഗവാടാ നീ ചോദിക്കുന്നത്? നിന്റെ വീട് കൊടുക്കണ്ട, നിന്റെ സമ്പാദ്യം മുഴുവനും കൊടുക്കണ്ട മോനെ. അല്ലാഹു നിനക്ക് തന്നതിൽ നിന്നൊരൽപ്പം എടുത്തിട്ട് ദീനിന് കൊടുക്കടാ, നന്മയ്ക്ക് കൊടുക്കടാ. അല്ലാഹു മരിക്കുന്ന സമയത്ത് നിനക്ക് അബ്ശിറൂ ബിൽ ജന്നാ, അല്ലാഹു നിനക്ക് സ്വർഗം കാണിച്ചു തരും. സ്വർഗം കണ്ടിട്ട് മരിക്കാനുള്ള ഭാഗ്യവാ.